يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യ അധ്യക്ഷൻ അസ്ലം സാഹിബ്, ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നിസാർ സാഹിബ്, മറ്റു പയ്യോളി മണ്ഡലത്തിലെ കേന്ദ്രത്തിൻ്റെയും പോഷക ഘടകങ്ങളുടെയും ബഹുമാന്യ പ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിയായ നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ പരലോകത്ത് ഉപകരിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുന്നതാവുക. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭ, കേരള ജംഇയ്യത്തുൽ ഉലമ, ആ പണ്ഡിത സഭയുടെ രൂപീകരണം കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞ വർഷം പിന്നിട്ടു. 2024 അഥവാ പൂർത്തിയായി. അന്ന് മുതൽ നാം ഈ 100 വർഷത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരികയായിരുന്നു. അതിന്റെ ഈ 1 വർഷം നീണ്ടുനിന്ന വിവിധ പ്രോഗ്രാമുകളുടെ സമാപന സമ്മേളനം എന്ന നിലക്കാണ് ഈ വരുന്ന ഞായറാഴ്ച കോഴിക്കോട് നാം സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അപ്പൊ ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മളെല്ലാവരും അന്ന് കോഴിക്കോട് എത്തണം. നമ്മള് പ്രത്യേകിച്ച് നമ്മുടെ ശാഖയിലൊക്കെ നമ്മളോടിങ്ങനെ അടുത്ത് നിൽക്കുന്ന, എന്നാൽ നമ്മുടെ കൂടെയുള്ള ആളല്ല, അടുത്ത് നിൽക്കുന്ന പല നിലക്കും നമുക്ക് ബന്ധമുള്ള ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ ഒന്ന് പിടിച്ച് വണ്ടി കയറ്റിയാൽ മതി. അങ്ങനെ 1-2 പരിപാടിക്ക് വന്നാൽ ഈ വരവും പോക്കിലൂടെയൊക്കെ ആദർശം കുറെ മനസ്സിലാവും, സംസാരിക്കാനും കേൾക്കാനൊക്കെ അവസരം കിട്ടും. അങ്ങനെ കിട്ടാൻ നമ്മൾ നിമിത്തമായാൽ അത് മതിയാവും. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാല് എന്നും അവസാനിക്കാം. ഏത് ആരോഗ്യമുള്ള ആളാണെങ്കിലും, ഏത് ബോഡി ഫിറ്റ്നസ് ഉള്ള ആളാണെങ്കിലും, ഏത് ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന ആളാണെങ്കിലും, ഈ അടുത്ത് കേട്ടു ഒരാള് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് ആ സന്തോഷത്തിൽ റോഡ് മുറിച്ചെടുക്കുന്ന ആക്സിഡന്റ് മരിച്ചു. ആ സന്തോഷത്തിൽ വരുന്ന മനുഷ്യനാണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതാണ് സ്ഥിതി. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എന്താണ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറില്ലേ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള മരണങ്ങൾ. ഞാൻ ഓർക്കുകയാണ്, ഏകദേശം 1.5 മാസം മുമ്പ് മലപ്പുറം ജില്ലയിലെ വണ്ടൂര്, ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, അവിടെ ഒരു ആക്സിഡന്റ് നടന്നു. അവര് മൈസൂരിൽ നിന്ന് വരികയാണ്. ഒരു ഫാമിലിയിലെ ഒരു 5, 6, 7 ആൾക്കാരുണ്ട്. ഒരു വലിയ കാറിൽ പോയതല്ല. അങ്ങനെ അതിൽ അവിടുത്തെ ഒരു കുട്ടി, ഒരു പെൺകുട്ടി, അവൾ മൈസൂരില് ഫാർമസിയോ ഏതൊരു കോഴ്സിൽ പഠിക്കുന്നു. അവളെ അവിടെ കൊണ്ടുപോയാക്കി ഇവര് തിരിച്ചു വരിക. അപ്പൊ ഉമ്മയും ബാപ്പിയും എല്ലാപ്പി ഇങ്ങനെ കുറെ ടീം ആളുകളുണ്ട്, ഒരു 6 ആൾക്കാരുണ്ട്. അവർ രാത്രി ഏകദേശം 11 സമയത്താണ് വീട്ടിലേക്ക് എത്തുന്നത്, നാട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലേക്ക് ഒരു 1.5 കിലോമീറ്ററോ 2 കിലോമീറ്ററോ ഇനി എത്താനുള്ളൂ. ആ സമയത്ത്, ആ സമയമാണല്ലോ, ഡ്രൈവറെ കണ്ണ് മാളിയത് തോന്നുന്നു. ഇങ്ങനെ പോകുന്ന വണ്ടി നേരെ പുറത്ത് പോയിട്ട് അവിടെ ബസ് സ്റ്റോപ്പിൽ ഇടിച്ചു കയറി. ആ കുട്ടിയുടെ, മൈസൂരിൽ പഠിക്കുന്ന ആ കുട്ടിയുടെ വല്യമ്മ ആ ആക്സിഡന്റിലൂടെ മരിച്ചു. പിറ്റേ ദിവസം കുട്ടിയുടെ
വല്യാപ്പയും കുട്ടിയുടെ ഉമ്മയും മരിച്ചു. 3 ആൾ. അള്ളാഹു അവർക്ക് സ്വർഗം നൽകുമാറാവട്ടെ. ഞാൻ പറയുന്നത്, ആ മൈസൂരിൽ തലേ ദിവസം അവർ കുട്ടിയെ കൊണ്ടയാക്കി. മൈസൂരാണല്ലോ, നമ്മൾ ആ പോയാൽ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ പോലെ ടൂറിസ്റ്റ് ഏരിയയിലെ. അങ്ങനെയൊക്കെ അവരും പോയിട്ടുണ്ടാവാം ഒരു പക്ഷെ അവർ എത്തിയത് ഇങ്ങനെ. തലേ ദിവസം കൊണ്ടയാക്കിയ കുട്ടി ഒരു പക്ഷേ ഈ മരണവിവരം കിട്ടി അപ്പൊ തന്നെ പുറപ്പെട്ടിട്ടുണ്ടാവല്ലേ? സ്വാഭാവികല്ലേ? പ്രിയമുള്ളവരെ, ബഹുമാന്യരെ, നമ്മുടെ അവസ്ഥ ഇതാണ്. അതിന്റെയും കുറച്ചപ്പുറത്ത് മറ്റൊരു സംഭവം. ചെമ്മാട് നമ്മുടെ ഒരു പ്രവർത്തകൻ, അവിടെ പള്ളി ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതില്, ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പൊതുപ്രസംഗം അല്ലട്ടോ നടത്തുന്നത്, നമ്മൾ തമ്മില് പ്രവർത്തകർ തമ്മിൽ വർത്താനാണ്. അദ്ദേഹം അവിടെ നമ്മുടെ പള്ളി നവീകരിക്കാനും മറ്റൊക്കെ വളരെ സജീവമായി മുന്നേറുന്ന ഒരാളാണ്. അദ്ദേഹം ഈ 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും, 2-2.5 മാസമൊക്കെ. അദ്ദേഹം സുബഹയ്ക്ക് പള്ളിക്ക് വരും. സാധാരണ സ്കൂട്ടിയിലാണ് അദ്ദേഹം വരാറുള്ളത്. അപ്പൊ അന്ന് ചെറിയൊരു ചാറ്റൽ മഴ. ആ ഭാര്യ പറഞ്ഞു, ഇന്ന് നിങ്ങൾ വണ്ടി എടുക്കണ്ട, മഴക്കുള്ളതല്ലേ, ഇതാ കൊടതാ എന്ന് പറഞ്ഞിട്ട് കൊട എടുത്തു കൊടുത്തു. അദ്ദേഹം സുബഹ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ നടന്നു വരാനുള്ള കുറഞ്ഞ ദൂരേ ഉള്ളൂ, സ്കൂട്ടിയിൽ അദ്ദേഹം വരാറില്ല. പക്ഷെ അന്ന് ഇങ്ങനെ വന്നു. അങ്ങനെ അദ്ദേഹം നിസ്കരിച്ച് ഒരു റക്അത്ത് കഴിഞ്ഞ് 2ാമത്തെ റക്അത്തിലേക്ക് ഉയർന്ന് സെക്കൻഡുകൾ കഴിഞ്ഞ് ആ നിസ്കാരത്തിൽ ഇയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തന്റെ ഭർത്താവിനെ പള്ളിയിലേക്ക് ഇന്ന് വണ്ടി എടുക്കണ്ട, കൊടം ചൂടി പോയിക്കോളൂ എന്ന് പറഞ്ഞ് കൊടയെടുത്ത് കൊടുത്ത് യാത്ര അയച്ച ആ ഭാര്യക്ക് വരുന്ന വിളി എന്താണ്, വിവരെന്താണ്? അവിടെ പള്ളി മരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നു എന്തുകൊണ്ട്? നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാർ പലരും മരിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ. ഒരുപക്ഷെ നമ്മൾ പലരും വീട്ടിൽ നിന്ന്. അള്ളാഹു കുടുംബസമേതം സ്വർഗത്തിൽ നിന്നൊക്കെ മാറാവട്ടെ. നമ്മൾ എന്താ ഇപ്പൊ ബാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ സമയമായിട്ടില്ല, അതുകൊണ്ടാണ്. ഇത് മാത്രം. നമുക്ക് മുമ്പ് നേരത്തെ പോയവർ എന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചാൽ അവരെ സമയമായി, അവർ പോയി. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും, വല്യാപ്പ ജീവിച്ചിരിക്കെ പേരക്കുട്ടി മരിച്ചു പോകുന്നു, വല്യമ്മ ജീവിച്ചിരിക്കെ പേരക്കുട്ടി മരിക്കുക, ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കെ മോനോ മോളോ മരിച്ചു പോവുക, മൂത്ത ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തെയോ ജീവിച്ചിരിക്കെ ചെറിയ അനിയൻ അനിയത്തി മരിച്ചു പോവുക. സംഭവിക്കാറില്ലേ? അപ്പൊ നമ്മൾ ആലോചിക്കും, എന്തെങ്കിലും ഒരു ഓർഡർ അല്ലേ? അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട്, ആ പ്രകാരം അത് പോകണം. അള്ളാഹുവിന്റെ ഒരു തെർത്തീബുണ്ട്, അതനുസരിച്ച് അത് പോകുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മുടെ മനസ്സ് ആഗ്രഹിക്കും, പഠിച്ചോനെ ഇങ്ങനത്തെ മരണമില്ലാത്തൊരു ലോകമാണല്ലോ, അതുണ്ട്. അതല്ല ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് അയച്ചത്. അത് നമ്മൾ ആലോചിക്കും, ഇതിന്റെ യുക്തി അതാണ്. നമ്മൾ ചിന്തിക്കും, എന്താ പഠിച്ചോനെ ഇങ്ങനെ മരിക്കുന്നത്? ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ ജീവിതത്തിന് വലിയ അഭിലാഷമാണ് അയാൾക്കൊരു വീടുണ്ടാക്കുന്നത്. ചിലപ്പോഴെങ്കിലും കേൾക്കാറില്ലേ, ആ വീടിന്റെ പണി പൂർത്തിയാകാനിരിക്കെ താമസാക്കാൻ ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ, ആ സമയത്ത് മരിച്ചുകൊണ്ട്. എന്താ പഠിച്ചോനെ ഇങ്ങനെ? അതെ, മരണമില്ലാത്തൊരു ലോകം അന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓർമ്മപ്പെടുത്താണ്. മഞ്ചേരിയിൽ കുറച്ചു മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിന് ഒരു ഓട്ടോറിക്ഷയും ഒരു വാനോ ആയിട്ട് കൂട്ടിടിച്ചിട്ട് ആ ഓട്ടോറിക്ഷയില് ആ ഡ്രൈവറ്, 2 സ്ത്രീകള്, അതിലൊരു സ്ത്രീയുടെ 2 സഹോദരിമാരാണ് ആ സ്ത്രീകള്, അതിലൊരു സ്ത്രീയുടെ ഒരു മോള്, ഈ 4 ആള് അതിൽ മരണപ്പെട്ടു. ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മോളെ നിക്കാഹാണ് പിറ്റേ ദിവസം നിശ്ചയിച്ചത്. അയാൾ കൂടി നിശ്ചയിച്ച ആ നിക്കാഹിൽ അയാളെല്ലാം ഒരുപാട് സ്വാഭാവികം മരിച്ച പിറ്റേ നിൽക്കാൻ നടന്നോളില്ല, പിന്നെ എനിക്ക് നടന്നിട്ടുണ്ടാവുക. ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മൾ ചിന്തിക്കുക, എന്താ ഇതിങ്ങനെ? അതെ, ഈ ലോകം അങ്ങനെയാണ്. ഈ ലോകം അല്ല ഇങ്ങനെ സംവിധാനിക്കുന്നതിന് മുമ്പ് അല്ല മരണമില്ലാത്തൊരു ലോകം, പരലോകം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഇപ്പോഴുണ്ട്. സ്വർഗമുണ്ട്, നരകമുണ്ട്, രണ്ടിലും മരണമില്ല.
ഇനി നരകത്തിൽ മരണമില്ല എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു ശിക്ഷയിൽ നിന്നുള്ള ശിക്ഷയിലേക്കുള്ള യാത്രയാണ്. മരിച്ചു തീരുകയാണെങ്കിൽ അതിന് രക്ഷപ്പെട്ടില്ലല്ലോ. പക്ഷെ അങ്ങനല്ല. എന്നാൽ സ്വർഗം മരണമില്ല എന്ന് പറഞ്ഞാൽ അവസാനിക്കാത്ത അനുഗ്രഹത്തിന് ലോകം. അവിടെ ഇവിടുത്തെ ടെൻഷൻ ഇല്ല, രോഗങ്ങളില്ല. ഇവിടെ എന്തെല്ലാം അതിലും നമുക്ക് ദൃഷ്ടാന്തമില്ലേ. നമ്മുടെ ഈ ഓരോ ചില ഈ അലർജി, ചില മനുഷ്യന്മാരില്ലേ, ചില ആൾക്കാർ രാവിലെ എണീറ്റിട്ട് 4 റക്അത്ത് തുമ്മിയിട്ട് പിന്നെ 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമോ? ആജാതി തുമ്മലായി. അല്ലെങ്കിൽ ചില ആൾക്ക് ശ്വാസം മുട്ടലായി, ചിലത് മാന്തലാവും, ചൊറിച്ചിലാവും, മറ്റേതാവും, മറച്ചതാവും, പല നിലക്കാവും. നമ്മൾ ആലോചിക്കൂലേ ഇതൊന്നും ഇല്ലാത്തൊരു ലോകം? അതെ, അത് സെറ്റാണ്. അതാണ് ആലോചിക്കേണ്ടത്, അത് സെറ്റാണ്. അതൊക്കെ ചിന്തിക്കാൻ കൂടിയാവും ചിലപ്പോൾ അല്ല ഇങ്ങനെയൊക്കെ ഈ ലോകം ഇങ്ങനെയൊക്കെ വെച്ചത്. അള്ളാഹു ആലം. നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അങ്ങനെ ലോകമുണ്ട്. അള്ള പറഞ്ഞത് ആ ലോകത്തെ കുറിച്ച്, അവിടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വിളിയാളം ഉണ്ടാകും, ഒരു അനൗൺസ്മെന്റ്. പരലോകത്തെ സിസ്റ്റം. നമ്മളെ മൈക്കെടുത്താണ് അനൗൺസ്മെന്റ്. പരലോകത്ത് വിചാരിക്കേണ്ട, പരലോകത്തെ സിസ്റ്റം. എന്താണ് അവിടെ ഉണ്ടാകുന്ന വിളിയാളം? ഇന്നലക്കും അൻ തഹയ്യൂ ഫലാ തമൂതു അബദാ. ഇനി നിങ്ങൾക്ക് ജീവിക്കാം, മരണമില്ല. ഇവിടെ നമ്മൾ അനുഭവിച്ചത് എന്താ? മരണം. അടുത്തത്, നിങ്ങൾക്കിനി ആരോഗ്യത്തോടെ കഴിയാം, രോഗമുണ്ടാവില്ല. ഇവിടെ നമ്മൾ ഇഷ്യൂ എന്തായിരുന്നു? രോഗമാണ്. അതവിടെ ഇല്ല. ഇനി നിങ്ങൾക്ക് യൗവനത്തിൽ കഴിയാം, വാർദ്ധക്യമുണ്ടാകില്ല. ഇവിടുത്തെ ഒരു പ്രശ്നം അതാണ്. പിന്നെ മൊത്തത്തിൽ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ല, സൗകര്യത്തിലും സുഭിക്ഷതയിലും സമ്പന്നതയിലും സുഖത്തിലും കഴിയാം. ഇതല്ലേ നമ്മൾ ആഗ്രഹം. അപ്പൊ നമ്മുടെ ശരിക്കും അവിടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത്, ഇതൊരു താൽക്കാലിക ലോകമാണ്. ഇവിടെ നമ്മൾ ഒന്ന് ബുദ്ധിപരമായി മെനക്കെട്ടാൽ നമുക്ക് എന്നെന്നും സുഖവും സൗകര്യവും അല്ലെങ്കിൽ പ്രയാസമില്ലാത്ത ലോകത്ത് സ്വർഗത്തിൽ കഴിയാം. ഒരു കുട്ടി ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ, ഒരു PSC പരീക്ഷ അയച്ചോളൂ, ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നടക്കുന്ന ടെസ്റ്റ്. ആ ടെസ്റ്റിന് വേണ്ടി ആ കുട്ടി കഠിനാധ്വാനം ചെയ്യുന്നു, ആ കുറച്ച് പീരീഡ്. എന്നാൽ അതിന്റെ സുഖം അല്ലെങ്കിൽ അതിന്റെ ആനുകൂല്യം, അത് നന്നായി പാസ്സായി പെർഫോം ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ അതിന്റെ ഒരു സൗകര്യം ആ കുട്ടിക്ക്, ഈ കുട്ടി ഒരു 5 മാസമോ 6 മാസമോ 1 കൊല്ലമോ മെനക്കെട്ടാണ് ഇത് കിട്ടിയെങ്കിൽ 1 കൊല്ലമല്ല അതിന്റെ സൗകര്യം ഈ ദുനിയാവ് തന്നെ അതിലേറുണ്ട്. ഇതിന്റെ അപ്പുറം കൂട്ടിക്കൊള്ളി, കമ്പയർ ചെയ്യാൻ പറ്റില്ല ദുനിയാവും പരലോകവും. ഇതിന്റെ അപ്പുറം നമുക്ക് അള്ളാഹു തരുന്ന കുറഞ്ഞ കാലത്തെ ഒരു 40, 50, 60, 100 കൊല്ലം കൂട്ടിക്കൊള്ളി. ആ കിട്ടിയ ആയുസ് കൊണ്ട് ഒരു 100 കൊല്ലമല്ല അല്ല തിരിച്ചു തരിക പരലോകത്ത് സ്വർഗത്തിന് എന്നെന്നും. ഖാലിദീന ഫീഹാ അബദാ. സ്വർഗത്തിന്റെ പ്രത്യേകത, ആ സ്വർഗത്തിൽ പ്രവേശിച്ച എല്ലാവരും അതിൽ ഖാലിദീങ്ങളാണ്. എങ്ങനെ കഴിയുന്നത്? അവരൊരിക്കലും അവസാനമില്ലാതെ എന്നേക്കുമായി അതിൽ കഴിയും, ശാശ്വതരായി കഴിയും എന്നാണ്. അപ്പൊ അതായിരിക്കണം നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഊറി നിൽക്കേണ്ട ആഗ്രഹം. അത് ഒരു തിരക്കിലും മറന്നു പോകരുത്. അത് ജീവിതത്തിലെ ഏത് ഓട്ടത്തിലും പാച്ചിലും ഇടയിലും മറന്നു പോകരുത്. ഈ ഓർമ്മ നമുക്കുണ്ടാകണം. അതാണ് ലക്ഷ്യം. കുടുംബത്തോടെ സന്തോഷത്തിൽ കഴിയാൻ ആ സമയത്തും ഈ കുടുംബം ഈ രൂപത്തിൽ നല്ല സൗകര്യത്തിൽ തന്നതിന് അൽഹംദുലില്ലാ അത് പറഞ്ഞാൽ മതി. അത് അങ്ങോട്ട് ഉപകാരപ്പെടും. ഒരു രോഗമില്ലാതെ എപ്പതാ നമ്മളെല്ലാവരും ഇങ്ങോട്ട് കയറി വന്നതാണ് അല്ലെ? എത്ര സ്റ്റെപ്പ് ഉണ്ട് എണ്ണിയോ? അത്യാവശ്യം സ്റ്റെപ്പ് ഉണ്ട്. അത് കയറി ഇവിടെ എത്തിയിട്ട് ചെറിയ കിതപ്പുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പോ. ഞാൻ കംപ്ലൈന്റ് ഒന്നല്ല, അങ്ങനെ കയറി ഇത്രയും കയറിയല്ലേ, അപ്പൊ ആ ഒരു കിതപ്പുണ്ടാവും. കാരണം ഹാർട്ട് അറിയണല്ലോ. പിന്നെ കാൽമുട്ട് ചെറിയ എന്തെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടാവും. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് ഇവിടുത്തെ 90% ആൾക്കാരും ആ പ്രശ്നം ഇല്ലാത്തവരായിരിക്കും. കാരണം അത്യാവശ്യം കയറാണ്ട് ഇവിടെ എത്തണമെങ്കിൽ കുറച്ചൊന്നും പോരാ. ഇവിടെ നമ്മൾ കയറി ഇങ്ങനെ ഒന്നിങ്ങനെ നോക്കുമ്പോ പുറത്തു നല്ല ഹൈറ്റിലാണ്. അൽഹംദുലില്ലാ ഞാൻ കയറി വന്നാണല്ലോ. ഇത് കഴിയാത്ത, ജീവിതത്തിൽ ഒരിക്കലും കഴിയാത്ത മനുഷ്യന്മാരില്ലേ? ജീവിതത്തിൽ ഒരിക്കലും കഴിയാത്ത ജന്മന കാലിന് പ്രശ്നമുള്ള ആൾക്കാരില്ലേ? അപകടത്തിൽപ്പെട്ട് കാല് നഷ്ടപ്പെട്ടവരില്ലേ?
അൽഹംദുലില്ലാ, അത് പരലോകത്തും അവിടെ ഗുണം ചെയ്യും. അപ്പൊ ഞാൻ പറയുന്നത് അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അവിടെ സ്വർഗത്തിലെത്തണം എന്നതായിരിക്കണം. നമ്മൾ മാത്രം പോരാ, നമ്മുടെ കുടുംബം ഉണ്ടാവണം, നാം ഇഷ്ടപ്പെടുന്നവരുണ്ടാവണം, നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവണം. അതിന് നമ്മൾ ലേശം മെനക്കെട്ടാൽ അത് രണ്ട് നിലക്ക് ഗുണാണ്. നമ്മക്കും അത് കാര്യമാണ്, അവർക്കും അത് കാര്യമാണ്. നമുക്കത് കാര്യമാണ്, കാരണം നമുക്ക് നമ്മൾ ആ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ നമ്മൾ നിമിത്തായല്ലോ. അവർക്കും കാര്യമാണ്, ഹിദായത്ത് കിട്ടിയ അവർക്കും കാര്യമാണ്. ഞാൻ മറ്റും ചോദിക്കട്ടെ, ഇവിടെ ഒരു മുജാഹിദ് കുടുംബത്തിൽ ജനിച്ചവരാരൊക്കെയല്ലേ? ഒരു മുജാഹിദ് കുടുംബത്തിൽ ജനിച്ചത് ഉമ്മയും ബാപ്പി മുജാഹിദാണ്, അങ്ങനെ മുജാഹിദായത് ഇത്ര ഉള്ളൂ. ഒരൊറപ്പില്ലാത്ത മുതിച്ച് ഇപ്പോൾ വൈകി അല്ല, അതെ ചോദിക്കണതാണ്. പൊന്തിക്കുക കണ്ടിയില്ലേ? രണ്ടാൾ ഇവിടെ ഉണ്ട്, ഒരു സഹോദരി, രണ്ട് സഹോദരന്മാർ. ഓക്കെ, ഇത്ര ഉള്ളൂ, 10 താഴെ. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മലപ്പുറം നമ്മളെ അല്ലെ, അവിടെ അതേപോലെ ഇതിലേറെ ആൾക്കാരുണ്ടായിരുന്നു, 100 കണക്കിന് ആൾക്കാർ, കുറെ ആൾക്കാർ. അവിടെ ഞാൻ ചോദിച്ചു, അവിടെയും 10 താഴെ. ആ ചോദ്യം എന്റെ മഹലിൽ ചോദിച്ചാല് ആകെ ഇവിടെ താത്താണ്ട കാരറിയോ, കെട്ടിച്ചു കൊടുത്ത പെണ്ണുങ്ങൾ മാത്രം ഉണ്ടാവും. ബാക്കിയൊക്കെ 1950 മുജാഹിദ് വന്ന സ്ഥലമാണ്. ഞാൻ പറയുന്നത് ഇവിടെ ബാക്കിയുള്ള എല്ലാവരും പിന്നീട് മുജാഹിദായവരാണ്. ഞാനൊരിക്കൽ മണ്ണാർക്കാട് പ്രോഗ്രാമിൽ ചെന്നപ്പോ അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടാണ് പ്രോഗ്രാം. അപ്പൊ ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്നെ കൂട്ടാൻ വേണ്ടി വന്ന നമ്മുടെ ഒരു പ്രവർത്തകൻ, ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം വിദേശത്താണ്, അപ്പൊ ഈ പ്രോഗ്രാമിനായിട്ട് വന്നതാണ്. അപ്പൊ ഇദ്ദേഹം വന്നിട്ട് ഇങ്ങനെ കാറിൽ പോണ സമയത്ത് അദ്ദേഹത്തിന്റെ ഓരോ അവസ്ഥ ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. ഓളിപ്പോഴും ഈ തൗഹീദ് സ്വീകരിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ ഒരു കട്ട AP സുന്നി കുടുംബത്തിലെ, കട്ട AP മോഷണം നടത്തിയതല്ല, ഒരു ഉറച്ച AP സുന്നി കുടുംബത്തില്. ഞാന് ഗൾഫിലൊക്കെ പോയി ചില സെന്ററൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ മാറി. ഓളോട് പറഞ്ഞിട്ട് എത്ര കേൾക്കുന്നില്ല. ഈ പ്രോഗ്രാം എന്റെ വീടിന്റെ ഏകദേശം 200 മീറ്റർ അപ്പുറത്താണ്. അവിടെ സ്ത്രീകൾക്ക് സൗകര്യമുണ്ട്. ഓളെ വിളിച്ചിട്ടുണ്ട്, ഷോള് വരില്ല, നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു സഹോദരിക്ക് ഹിദായത്തിന് വിളിച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത് ആ സഹോദരൻ കിട്ടാൻ നിമിത്തമായ ഒരു എന്തെങ്കിലും ഒന്നുണ്ടാവും. ഇതുപോലെ നമ്മൾ നിമിത്തങ്ങളാവും. ഞാൻ അതിനാണ് തുടക്കത്തിൽ പറഞ്ഞത്, നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട് കോഴിക്കോട്ടേക്ക് ഒരാളെ കൊണ്ടുവരാൻ കഴിയുമോ? ഒരു ശ്രമം. നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട് നിങ്ങളെ യൂണിറ്റുകൾ ആലോചിച്ചോളൂ, അവനവന്റെ യൂണിറ്റ് ആലോചിച്ചോളൂ. അത് നിങ്ങള് സെക്രട്ടറിയോ പ്രസിഡന്റോ ട്രഷററോ അങ്ങനെ ഭാരായുന്നുണ്ട, നിങ്ങൾ അവിടുത്തെ ഒരു സാധാ പ്രവർത്തകനാണ്. ഒന്ന് ഇടപെട്ടാൽ ആ ഒരു കൊണ്ടുവന്ന് അവിടെ നടക്കുന്ന മണിക്കൂറുകൾ നടക്കുന്ന പ്രോഗ്രാമിലെ പ്രഭാഷണങ്ങളിലെ ഏതെങ്കിലും ഒരു സെന്റൻസ് ആയിരിക്കും ചിലപ്പോ ഇയാൾക്ക് കത്തുന്നത്. നമുക്കറിയില്ല, പ്രസംഗിക്കുന്ന ആൾക്കും അറിയില്ല, ഈ കൊണ്ടുവന്ന ആൾക്കും അറിയില്ല. അയാൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന അതായിരിക്കും. അതിന് നമ്മൾ നിമിത്താകുക എന്നുള്ളതാണ് നമ്മൾ ഇടപെട്ട് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നല്ലോ, ഇവിടെ നേരത്തെ കൈപ്പൊക്കാൻ പറഞ്ഞതിൽ ഒരു 10 താഴെ പേര് മാത്രമാണ് മുജാഹിദ് കുടുംബത്തിൽ ജനിച്ചത്. ബാക്കിയൊക്കെ എന്തോ ഒരു അവസരത്തിൽ മാറിയവരാണ്. ഈ അവസരം ഇനി മറ്റുള്ളവർക്ക് ഉണ്ടാക്കണം. നമ്മളെ പണിയതാണ്. ഇനി മറ്റുള്ളവർക്ക് അവസരം ഉണ്ടാക്കണം. അതെങ്ങനെ കഴിയുമോ അങ്ങനെ നമ്മൾ കഴിയുന്ന പോലെ ശ്രമിക്കും. ഓരോ ദിവസവും നമ്മുടെ കുടുംബത്തിന്റെ വിഷയങ്ങൾ നാം പ്ലാൻ ചെയ്യാറുണ്ടല്ലോ, നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ആലോചിക്കാറുണ്ടല്ലോ, അങ്ങനെ പലതും. ഇതുപോലെ ഒരു ദിവസം അല്പനേരം നമ്മുടെ ആലോചന, ഓരോ മുജാഹിദത്തിന്റെയും ആലോചന എന്തുണ്ടാകണം? ആർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കണം? എന്റെ ഡ്യൂട്ടി എന്ത്? നമ്മൾ ദിനേന ഇപ്പൊ സഹോദരിമാരുണ്ടല്ലോ, നിങ്ങളുടെ അയൽവാസികൾ, അപ്പുറത്തൊരു സഹോദരിയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ചില ഉപ്പില്ലെങ്കിൽ, പഞ്ചസാര ഇല്ലെങ്കിൽ, അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ,
അവിടെ പോയിട്ട് തൽക്കാലം കൊണ്ടുപോയി ചോദിക്കും. അവിടെ അല്ലെങ്കിൽ ഇങ്ങടുത്ത് വന്ന് ചോദിക്കും. അതുപോലെ നാട്ടിലുണ്ടാകുന്ന ഇഷ്യൂസ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യും. കൂട്ടത്തിൽ ആ മനുഷ്യനൊന്ന് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയോ? ഇല്ലെങ്കിൽ ആരാ അവർക്ക് പറഞ്ഞു കൊടുക്കുക? ഒരു നബി ഇവിടെ അതിനു വേണ്ടി വരാനില്ലല്ലോ. നമ്മൾ ഈ മാറി ചിന്തിക്കാൻ കാരണമായ പോലെ അവർ മാറി ചിന്തിക്കാൻ നമ്മൾ കാരണമാണ്. അത് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ 2 സംഭവങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ ഒരു പ്രവർത്തകനായിരുന്ന ഒരു മാഷ്, അദ്ദേഹം ഏകദേശം 2-2.5 മാസം മുമ്പ് മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. സ്ഥലം ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു സ്ഥലം പറയാം, രാമട്ടക്കടുത്ത് ചേലേപ്ര എന്ന സ്ഥലം. അവിടെ അദ്ദേഹം ഈ മാഷ ചെയ്തത് നാട്ടിലൊരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരൻ ഒരു പരിപാടി എന്ന് വെച്ചാല് ഇവ നാട്ടിലിങ്ങനെ ഇറങ്ങിയിട്ട് അല്ലല്ല ദൈവനിഷേധിയായി നടക്കുക. അല്ലല്ല എന്നാണ്. അല്ലല്ല എന്ന് തെളിയിക്കാൻ ഇവന്റെ പരിപാടി എന്താണ്? ഇവൻ ഇതേമാതിരി ഉയരമുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ കയറും. എന്നിട്ട് ഇങ്ങനത്തെ മൂലയിൽ പോയി നിൽക്കും. ആ കോർണറില് ആ വക്കത്ത് പോയി കയറി നിൽക്കും. എന്നിട്ട് ഇപ്പം പറയും അല്ലുണ്ടെങ്കിൽ അതേമാതിരി ഇപ്പൊ ബിൽഡിംഗ് അടിച്ചു മൂലൊക്കെ എന്നിട്ട് അല്ലുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് വീണ് മരിക്കട്ടെ. അത് നല്ല ബാലൻസ് ചെയ്ത് നിൽക്കും. കുറച്ചേരം കഴിഞ്ഞ് ഇറങ്ങി വരും. എന്നിട്ട് പറയാ ഞാൻ വീണോ? ഇല്ല. മരിച്ചോ? ഇല്ല. വന്നില്ല. ഭയങ്കര ഇഷ്ടിയാതാണ്. അതേപോലെ വെള്ളത്തിൽ കുറെ നേരം ശ്വാസം പിടിച്ച് ഇങ്ങനെ മുങ്ങിപ്പോകും. എന്നിട്ട് പറയും അല്ലുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മുങ്ങി മരിക്കട്ടെ. കുറച്ചേരം ഇങ്ങനെയൊക്കെ ആയിട്ട് നീച്ചു പോരും. മരിച്ചോ? ഇല്ല. വന്നില്ല. ഇങ്ങനെ ആൾക്കാർക്കിടയിൽ എന്നിട്ട് ഇങ്ങനെ പരിഹസിച്ച് നടന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ ചെറുപ്പക്കാരൻ. ഈ മാഷിന് ഒരു ദിവസം വീട്ടിൽ കുളിച്ചു. ഒരു ഇശാ നിസ്കാരത്തിന് ശേഷം വീട്ടിൽ കുളിച്ചു. എന്നിട്ട് പറഞ്ഞു ഇയാളായിട്ട് കുറെ യുക്തിവാദവും അങ്ങനത്തെ കുറെ സംസാരം. ഈ സംസാരങ്ങളെല്ലാം ഈ മാഷോട് ഇങ്ങനെ പറഞ്ഞു. മാഷ് കുറെ അങ്ങോട്ടും ചോദിച്ചു ഇങ്ങോട്ടും ചോദിച്ചു. അങ്ങനെ കുറെ സംസാരിച്ചു. അങ്ങനെ ഏകദേശം അർദ്ധരാത്രി കഴിഞ്ഞ് ഇത്രയും നീണ്ടുപോയി. ഇയാൾ മാഷ വീട്ടിലാണ് സംസാരം. അങ്ങനെ അന്ന് രാത്രി പിരിയുമ്പോ മാഷ് പറഞ്ഞു ഈ നാളെയും വരണട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ വരാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഇവൻ വന്നു. മാഷ് ഇതേപോലെ സംസാരിച്ചു. പുരുഷന്മാർ നിങ്ങളുടെ. അങ്ങനെ മാഷ് പിറ്റേ ദിവസം എന്ത് ചെയ്തു? ഇയാളായിട്ട് സംസാരിച്ച് ഇതേപോലെ ഇശാന്റെ ശേഷമാണ്. അങ്ങനെ സംസാരിച്ച് അർദ്ധരാത്രി കഴിഞ്ഞ് സംസാരം മതിയാക്കിയിട്ട് ഈ ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞു മാഷെ ഞാൻ നാളെയും വരൂട്ടോ. വിളിക്കാതെ ഞാൻ നാളെയും വരൂട്ടോ. ഈ വരണം പറഞ്ഞു. 3-ാം ദിവസവും വന്ന് അതേപോലെ സംസാരിച്ചു. വീട്ടുകൂട്ട് സംസാരിച്ചു. 4-ാമത്തെ ദിവസം ഈ മാഷം ചെയ്തത് ഈ ചെറുപ്പക്കാരനെ ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. നിലമ്പൂരിൽ നമ്മുടെ KNM മുൻ പ്രസിഡന്റ്. അദ്ദേഹം ഈ യുക്തിവാദികളുമായിട്ട് ആദ്യം അദ്ദേഹം യുക്തിവാദി ആയിരുന്നു, നിരീശ്വരവാദിക്കായിരുന്നു. പിന്നെ മാറി. പിന്നെ ഈ രംഗത്ത് അതിശക്തമായി ചർച്ചകളും എഴുത്തിലൂടെ മറുപടിയും പ്രസംഗവും ഒക്കെ ആയിട്ട് അങ്ങനെ കുറെ കാലമുള്ള ആളാണല്ലോ അദ്ദേഹം. ഡോക്ടർ വീട്ടിൽ റെസ്റ്റിലാണ്, പുറത്തിറങ്ങാൻ കഴിയാത്ത, എന്നാൽ ഓർമ്മക്കോ സംസാരത്തിനോ പ്രശ്നമില്ലാത്ത, അങ്ങനെ കാര്യമായി പുറത്തിറങ്ങാത്തൊരു സമയമാണ്. ഡോക്ടർ ഇങ്ങനെ കിടക്കുക. മാഷി ചെറുപ്പക്കാരനെ കൊണ്ട് ചെന്നു. ഇവന്റെ സംശയങ്ങൾ ഓരോന്നായി ഇവൻ കെട്ടഴിച്ച് ഡോക്ടർ മുമ്പിൽ ചോദിച്ചു. ഡോക്ടർ ഇവൻ വലിയ ആനത്തറയായി ചോദിക്കുന്ന ചോദ്യമൊക്കെ ഡോക്ടർ എത്രയോ കാലമായിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. അദ്ദേഹം സിമ്പിളായിട്ട് മറുപടി പറഞ്ഞു. കുറേ നേരം നീണ്ടു. സംസാരം മതിയാക്കി പോരുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ മാഷോട് പറഞ്ഞു മാഷെ ഇനി ഞാൻ നിങ്ങളൊപ്പം ഉണ്ടാവും. ഇനി ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവുകയാണ്. നിങ്ങൾ ഈ പറയുന്ന സംഗതി പ്രചരിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞ് ഞാൻ ചെയ്യൂട്ടോ. അങ്ങനെ അദ്ദേഹം കൂടുതൽ പിന്നീട് പഠിച്ചു. ഇപ്പൊ അദ്ദേഹം നമ്മുടെ മിമ്പറുകളിൽ ഖുതുബ നിർവഹിക്കുന്ന ഖതീബാണ്. ആ മാഷ് മരിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയും അദ്ദേഹം ഖുതുബ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ
അതിന്റെ പ്രതിഫലം അയാളുടേത് കുറയാതെ ഈ മാഷക്കുണ്ട്. അയാളുടെ കുത്തുബ കേട്ട് എത്ര ആൾക്കാർക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടായോ, അതാ മാഷക്കുണ്ട്. ഞാൻ പറയുന്നതാണ്, നമ്മളൊന്ന് ഇടപെട്ടാൽ, നമ്മുടെ ഇടപെടൽ എങ്ങനെ നമുക്കറിയില്ല. ഒരു പോസ്റ്റർ ഒട്ടിച്ചാൽ മതിയാവും, ഒരു പ്രോഗ്രാമിന് പോസ്റ്റർ ഒട്ടിച്ചാൽ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഗ്രൂപ്പിൽ ഒരു സന്ദേശം നമ്മൾ തൗഹീദുമായി ബന്ധപ്പെട്ട സന്ദേശം പറഞ്ഞു കൊടുത്തു, അതിൽ ഷെയർ ചെയ്തു, അത് കണ്ടതോ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ആക്കുക എന്നൊക്കെ പറഞ്ഞാല് നല്ല ദൈവത്ത് നടക്കുന്ന സംഗതിയാണ്. കാരണം നമ്മൾ സേവ് ചെയ്തു, ഓരും ചെയ്തു. ഈ പറഞ്ഞ എല്ലാവരും ഇത് കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കറക്റ്റ് തൗഹീദിന്റെ സന്ദേശം, സുന്നത്തിന്റെ സന്ദേശം അത് അതിൽ കൊടുത്താൽ അത് കാണുന്ന ആൾക്കാർ ഇനി അറിഞ്ഞില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എത്ര ബാധ്യത നിർവഹിക്കാൻ നമുക്ക് സാധിക്കും. പറയുന്നത് ബഹ്മാനിലെ പ്രിയമുള്ളവരെ, നമ്മൾ ഇടപെടണം. അങ്ങനെ ഇടപെട്ടാൽ നമ്മുടെ പോലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ആ മാഷ് അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചിട്ടില്ല എന്നെങ്കിൽ അയാളുടെ അവസ്ഥ എന്താവും? ആ മാഷിന് നിമിത്തമാണ്, നമ്മൾ നിമിത്തമാകണം. ഇനി ഇതേപോലെ എങ്ങനെ ചോദിച്ചാൽ പറയാൻ കുറെ ഉണ്ടാവും. ഞാൻ മറ്റൊരു സംഭവം കൂടെ പറയാം. പരപ്പനങ്ങാടിക്കടുത്ത് നമ്മുടെ ഒരു പ്രവർത്തകൻ, അദ്ദേഹം കുറെ 80 വയസ്സിന്റെ അടുത്തായി, ശാരീരികമായി കുറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളാണ്. അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. അദ്ദേഹം വിവാഹമൊക്കെ കഴിഞ്ഞ് നല്ല ചെറുപ്പാണ്. ആ സമയത്ത് നിസ്കാരമില്ല, വെള്ളിയാഴ്ച പള്ളിയിൽ കൂടി പോകില്ല. ഇതിപ്പോ മനുഷ്യനെ പറ്റി പറഞ്ഞില്ലല്ലോ. ഇദ്ദേഹം ജുമാന്റെ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് അവിടെ ഒരു ഷെഡ് ഉണ്ട്. ആ ഷെഡിൽ ഇതേപോലെയുള്ള സമാന ചിന്താഗതിക്കാരായ ആൾക്കാർ അവിടെ ഇങ്ങനെ ഇരിക്കും, തമാശ പറയും, എന്തെങ്കിലും കളികളൊക്കെ ആയിട്ട്. അങ്ങനെ ജുമ എറിഞ്ഞ ആൾക്കാർ പോണ സമയത്ത് എണീറ്റ് പോയി ഭക്ഷണം കഴിക്കും. മുസ്ലിം വീടാണ്, ഭാര്യക്ക് മുസ്ലിമാണ്. അങ്ങനെ എന്തായി എന്ന് വെച്ചാല്, ഒരു ദിവസം അവിടെ ഉള്ള ഒരു മുജാഹിദ് പ്രവർത്തകൻ ഇയാളോട് ചോദിച്ചു, അയാളെ പേര് വിളിച്ചേ, നിങ്ങൾ ഈ ആഴ്ച ഞങ്ങളെ പള്ളിക്ക് ഒന്ന് വന്നു നോക്കിയതാണ് ജുമാക്ക്. അയാൾ ചൂടായി, ഞങ്ങളെ പള്ളിക്ക് തന്നെ പോകില്ല, എന്നിട്ട് നിങ്ങളെ പള്ളിക്ക്, നിങ്ങൾ പുത്തൻവാദികളല്ലേ, നിങ്ങൾ പേച്ചോലല്ലേ, വിധേയികൾ, ഞങ്ങളെ പള്ളിക്ക് തന്നെ പോകില്ല, എന്നിട്ട് നിങ്ങളെ പള്ളിക്ക്. എന്താ മനുഷ്യരോട് പറയാം. ഇയാൾ വിട്ടില്ല. ഏതായാലും നിങ്ങൾ ഇവിടെ ഇരിക്കല്ലേ, ഒന്ന് വന്നു നോക്കി, ഒറ്റാഴ്ച അല്ലേ, ഒന്ന് വന്നു, ഈ ഇരുത്തങ്ങൾ അവിടെ ഇരുന്നാളെ. അങ്ങനെ പറഞ്ഞ് മെല്ലെ സോപ്പിട്ടെന്ത് ചെയ്ത് ഒരാഴ്ച ജുമായിട്ട് ഇയാൾ വന്നു. അന്ന് മർഹം ഉമർ മൗലവിയായിരുന്നു ഖുത്ബ. അപ്പൊ അദ്ദേഹം അന്ന് ഖുത്ബയിൽ വിഷയീഭവിപ്പിച്ചത് ഈ ജാറത്തിങ്ങനെ കബറിങ്ങ നടക്കണ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ. ഇത് അദ്ദേഹം ഉർവലിന്റെ ശൈലിയിൽ എങ്ങനെ വിശദീകരിച്ചു. ഈ മനുഷ്യൻ പറയാൻ എന്നോട് നേരിട്ട് പറഞ്ഞാൽ, ഇയാൾ പറയാം, ഞാനിങ്ങനെ കണ്ണിമ വെട്ടാത്ത എന്ന് പറഞ്ഞ രൂപത്തിൽ ഞങ്ങളെ കേട്ടു. പഠിച്ചോനെ, ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച സംഗതിയാണ്. കാരണം മൂപ്പർ ആലോചിച്ചെന്താ വെച്ചാല്, മരിച്ചവരോടുള്ള ആൾക്കാർ ചോദിക്കുന്നത്, ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ പറഞ്ഞിട്ട് പറഞ്ഞു നടക്കില്ല, എന്നിട്ട് മരിച്ചവരോട്. അതല്ല ഇപ്പൊ ദീന്, അതാണ് ഇപ്പൊ ദീന്, സുന്നീ ദീൻ. പിന്നെ മുജാഹിദ് അഞ്ച് അപ്പുറല്ലേ, എന്നാണ് മൂപ്പരാണ് കൂട്ടി, അതിലും പേച്ചോലെ എന്നാ. പക്ഷെ മുജാഹിദ് മിമ്പറിന് മൂപ്പർ ഇത് കേൾക്കണം. ഇത് കേട്ടപ്പോ പഠിച്ചോളെ, ഇത് കേൾക്കേണ്ടതാണല്ലോ, ഇത് പറയേണ്ടതാണല്ലോ എന്ന് ഇയാളുടെ മനസ്സിലിങ്ങനെ അദ്ദേഹം പറയണം. ഞാനൊരു മനസ്സോടെ പോയതാണ്, പക്ഷെ ഖുത്ബ തുടങ്ങിയത് മുതൽ അവസാനം വരെ ഞാനതിങ്ങനെ കേട്ടിരുന്നു. ഖുത്ബ കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോയി. ഞാൻ അവിടെ പള്ളിയിലെ ചേറ്റുടി എന്നറിയാം, ചാരുടി ഉണ്ടല്ലോ, ഞാൻ ഇരിക്കുന്ന ചില പള്ളി ഉണ്ടാവില്ല, പ്രത്യേകിച്ച് പഴയ പള്ളിക്കൊക്കെ. അവിടെ ഞാനിങ്ങനെ ഇരുന്ന് ഈ കേട്ടതിനെ പറ്റി ആലോചിച്ചു. ആദ്യമായിട്ട് ജീവിതത്തിൽ കേൾക്കണം, ഇങ്ങനെ ഒരു ടീം വരുന്നോ. അങ്ങനെ അദ്ദേഹം വീട്ടിൽ ചെന്നു. വീട്ടിൽ അന്ന് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ സിറ്റ് ഔട്ടിന് പകരം കൊലായി ഞങ്ങളോട് പറയാം. അന്ന് അങ്ങനെ അവിടെ ഊപ്പറങ്ങനെ ഇരുന്നു, നിലത്തവിടെ പടിഞ്ഞിരുന്നു. ഭാര്യ ചോദിച്ചു, ഭക്ഷണം കഴിക്കല്ലേ, ഭക്ഷണം വേണ്ടേ? ഇവർ പറയും, അതൊക്കെ ദൂരം നടന്നോ കേൾക്കണമായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിങ്ങനെ മാറി മറിയണം. അദ്ദേഹം പറയാണ്, എനിക്ക് അടുത്ത വെള്ളിയാഴ്ച ആയി കിട്ടിയാൽ മതി. അടുത്ത വെള്ളിയാഴ്ച ആയി, ആരും വിളിക്കാതെ അദ്ദേഹം ആ പള്ളിയിൽ ജുമാക്കെത്തി. അന്ന് SM ID തങ്ങളായിരുന്നു ഖുത്ബക്ക്. ആ 2 പണ്ഡിതന്മാരും ഈ ലോകത്തോട് വിട പറഞ്ഞു.
അർഹമുർ റഹീമീനായ അല്ലാഹ് അവർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം മുമ്പത്താഴ്ച ഉമർ മൗലവി സാഹിബ് പറഞ്ഞതിന്റെ തുടർച്ച എന്ന രൂപത്തിൽ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചു. അതും കൂടെ കേട്ടപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു കുറച്ച് പഠിക്കേണ്ടതുണ്ട്. ഞാൻ ആ ജുമക്കാരും വിളിക്കാതെ അദ്ദേഹം പോയത്. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചു, പുസ്തകങ്ങൾ വായിച്ചു, റിച്ച് ഓഫ് ട്രൂത്തിന്റെ കുറെ പുസ്തകങ്ങൾ വായിച്ചു. അതേപോലെ പരിസര പ്രദേശത്തുള്ള നമ്മുടെ മുജാഹിദുകൾ നടത്തുന്ന ഖുർആൻ ക്ലാസുകളിൽ ആരും വിളിക്കാതെ അദ്ദേഹം പോയി. ആരും ക്ഷണിക്കാതെ അന്വേഷിച്ച് അദ്ദേഹം ഖുർആൻ ക്ലാസ് ഉണ്ടോ, ഖുർആൻ പഠിക്കാൻ അവസരമുണ്ടോ എന്ന് ചോദിച്ച് അദ്ദേഹം ചെന്നു. കുറെ പഠിച്ചു അദ്ദേഹം. എന്നിട്ട് തിരൂർ കേന്ദ്രീകരിച്ച് റിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രബോധന പ്രവർത്തകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇപ്പോ ശാരീരികമായ അവശത വരുന്നത് വരെ അദ്ദേഹത്തെ കൊണ്ട് കുറെ ആൾക്കാർക്ക് പിന്നെ ഇസ്ലാം മനസ്സിലായി. എന്താ ഉണ്ടായത്? നിങ്ങളൊന്ന് നോക്കി ഒരു വെള്ളിയാഴ്ച ഞങ്ങളെ പള്ളിക്ക് എന്ന് വിളിച്ചതാണ്. ഇതുപോലൊരു വിളി നാം നടത്തിയാൽ ബഹുമാന്യരെ നമുക്ക് ശേഷവും നല്ല നല്ല ശേഷിപ്പുകൾ ഉണ്ടാവും. ഒരു പ്രസംഗത്തിന്റെ ലിങ്ക് നമ്മൾ അയച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ തൗഹീദിന്റെ ഒരു മെസ്സേജ് അയാൾക്ക് പറഞ്ഞു കൊടുത്ത് കൈമാറിയാൽ, ആദ്യ സംസാരത്തിൽ ഒരു പക്ഷേ അയാൾക്ക് ചില പ്രയാസങ്ങളോ അനിഷ്ടമോ നമ്മളുണ്ടായേക്കാം. നമ്മൾ അയാളെ നിരന്തരം സ്നേഹത്തോടെ മാന്തി കീറണ്ട, വലിച്ചു കീറണ്ട, ഓസറൊട്ടിക്കണ്ട മനുഷ്യനെ. മറിച്ച് സ്നേഹത്തോടെ നമ്മൾ ആ മനുഷ്യ പറഞ്ഞ് ക്ഷണിച്ചാൽ ഒരു പക്ഷെ മാറും. നമ്മൾ പലരും ഇവിടെയുള്ള പല ആൾക്കാരും മാറിയ പോലെ അതിനവസരം നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ കുടുംബത്തിലുണ്ടാകും ചിലപ്പോൾ ചില ആൾക്കാർ, നമ്മുടെ അയൽപക്കത്തുണ്ടാകും. ഈ ആളുകളോട് നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ടാവും, ഇത് മാത്രം പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് പറയാനുള്ളതോ സിമ്പിളായ കാര്യം, അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം. നമ്മൾ പറയുന്ന വിഷയത്തിന്റെ അടിസ്ഥാനം അതാണ്. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം. ഇത് മനസ്സിലാകാതെ നമ്മളെ തെറ്റിദ്ധരിച്ച് നടക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് നാട്ടില്. ഇത് നമ്മൾ പറഞ്ഞാൽ മഹാന്മാരായ അമ്പിയാക്കളോട് ഔലിയാക്കളോട് ബഹുമാനമില്ലാത്ത ആൾക്കാരെ നമ്മളെ പറ്റി വിശ്വാസമുണ്ട്. ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്. മുഇസത്തിൽ വിശ്വാസമില്ലാത്തവരെ നമ്മൾ എന്ന തെറ്റിദ്ധാരണയുണ്ട്. കറാമത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരെ നമ്മളെ പറ്റി തെറ്റിദ്ധാരണയുണ്ട്. സ്നേഹത്തോടെ തിരുത്തുക. ഒരു പക്ഷെ ഇവിടെ ഒരുമിച്ച് കൂടിയ പല ആളുകൾക്കും അങ്ങനെ തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ആ മനുഷ്യൻ തന്നെ അതിലേറെ പേച്ചോലല്ല നിങ്ങളെ പള്ളിക്ക്, ഞങ്ങളെ ഈ പള്ളിക്കനെ പോലും, എന്നിട്ട് നിങ്ങളെ പള്ളിക്കെന്നാ ചോദിച്ചത്. ആ മനുഷ്യൻ മാറി ചിന്തിച്ചു. ഇതുപോലെ മാറി ചിന്തിക്കാൻ നമ്മൾ നിമിത്തമായാൽ ഈ ലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാറ്റിനേക്കാളും എന്തൊക്കെയുണ്ട് വിലപിടിപ്പുള്ള നമുക്ക് എല്ലാറ്റിനേക്കാളും ഹൈറാതാണ്. ആ രൂപത്തിൽ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. സിമ്പിളായി പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു സ്ത്രീ, ആ സ്ത്രീ തന്റെ വീടിന്റെ മുറ്റടിച്ചു വരികയാണ്. അപ്പൊ ആ വീടിന്റെ അടുത്ത് ഒരു തെങ്ങുണ്ട്. ആ തെങ്ങുമെന്ന് തെങ്ങിന് അടിച്ചിരുന്ന സമയത്ത് ഒരു തേങ്ങ എന്നിട്ട് പോയി. സ്വാഭാവികമായിട്ട് പേടിക്കുമല്ലോ, ഒരു അവിചാരിതമായ ശബ്ദം കേൾക്കുമ്പോ. ബദരീകളെ വിളി ഉമ്മ, ആ സഹോദരി. ആ വിളിക്കുമ്പോ ശരിക്കും പെണ്ണ് വിളിക്കേണ്ട എന്താ? അല്ലാന്ന്. ഇങ്ങനത്തെ ആൾക്കാരെ നമ്മളെ കുടുംബ സഹോദരനെ പ്രത്യേകിച്ച് പറയാൻ നിങ്ങളെ കുടുംബത്തിലുണ്ടാവും. നിങ്ങളൊരു പക്ഷേ കല്യാണം കഴിച്ചൊരു മുജാഹിദ് കുടുംബത്തിൽ കല്യാണം കഴിച്ച് ഒന്നുകൊണ്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. അന്നൊരു പക്ഷേ വലിയ ഇടങ്ങാറുണ്ടാവും, മുജാഹിദാണ് വേണ്ട പുത്തൻവാദി. പക്ഷെ എന്നാലും കുടുംബത്തെ ആരും എന്നാലും 5 നേരം നിസ്കരിക്കുമല്ലോ, നമ്മളതിലല്ലോ, അതുകൊണ്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് പോയതാണ്. അന്നും മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും, പഠിച്ചവന് ആണ്ടില്ല, നേർച്ചയില്ല, നബിദിനാഘോഷമില്ല, ഇതൊന്നുമില്ല, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഇതൊക്കെ ഉണ്ടാവണം. മയ്യത്ത് കുളിപ്പിക്കുന്നുണ്ട്, ചോദിച്ചോടത്ത് യാസീനോത്തില്ല, മയ്യത്ത് കഫൻ ചെയ്യുന്നുണ്ട്, പക്ഷെ മയ്യത്തോട് ദിക്റില്ല, കുറെ കണ്ട് കുറെയൊക്കെ ഇല്ല. അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ച് കിടക്കുകയാണ്. കാരണം നമ്മളെല്ലാം ഒഴിവാക്കിയെന്നാണ് ഓരോ ധാരണ. അതില്ലാത്തോണ്ട് നമ്മൾ ചെയ്യാത്ത. മരിച്ചോട്ട് നമ്മൾ ആരും ഇപ്പൊ വാങ്ങിക്കൊടുക്കില്ലല്ലോ, ഇതുവരെ ഇല്ലല്ലോ. മരിച്ചോട്ട് നമ്മൾ ആരും നമ്മളും മറ്റുള്ളവരും കൊടുക്കില്ല. ഒരാൾ വന്നിട്ട് നാളെ വന്നിട്ട് പറയാം, നിങ്ങൾ പിന്നെ മുജാഹിദും കണക്കാണ്, സമസ്തയും കണക്കാണ്, രണ്ടുകൂട്ടർക്കും മരിച്ചോട്ട് വാങ്ങില്ല, രണ്ടും പേച്ചോലാണ്, ഞങ്ങൾ മരിച്ചോട്ട് വാങ്ങിക്കൊടുക്കേണ്ട ടീമാണെന്ന് പറഞ്ഞാല് നമ്മൾ രണ്ടുകൂട്ടരും പേച്ചോലാകുമോ? ഇല്ല. എന്താ ചോദിക്കുക? മരിച്ചോട്ട് വാങ്ങിക്കൊടുക്കാൻ തെളിവുണ്ടോന്ന്.
ആയില്ലേ ഓർമ്മ അല്ലേ? ഇതാണ് ഇപ്പൊ യാസീന്റെ വിഷയത്തിൽ നമ്മൾ നടത്തുന്നത്. മരിച്ചോടത്ത് ഖുർആൻ ഓത്ത്, അവിടെ മരിച്ചോടത്ത് യാസീൻ ഓത്ത് അല്ലെങ്കിൽ ഖുർആൻ പാരായണില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാത്ത മയ്യത്ത് കുളിപ്പിക്കലുണ്ട്, അതിവിടെ ചെയ്യുന്നുണ്ട്. മയ്യത്ത് കഫൻ ചെയ്യലുണ്ട്, അതിവിടെ ചെയ്യുന്നുണ്ട്. മയ്യത്ത് നിസ്കാരുണ്ട്, അതിവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഉള്ള നമ്മൾ ചെയ്യുന്നുണ്ട് അർത്ഥം. ഞാൻ പറയുന്നത് ഇങ്ങനെ കുറെ തെറ്റിദ്ധാരണ ചില കുടുംബത്തിലൊക്കെ ആൾക്കാരുണ്ടാവും. അവരോട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഈ വിഷയത്തിൽ. ഏറ്റവും ചുരുങ്ങി ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ആ ബദർ ശുഹദാക്കളല്ലേ ഇപ്പൊ നിങ്ങൾ വിളിച്ചത്? യഥാർത്ഥത്തിൽ ആ ബദരീങ്ങൾക്ക് ഈ തേങ്ങ വീണതിനേക്കാളും വലിയ ഇഷ്യൂ ജീവിതത്തിൽ ഉണ്ടായപ്പോ, പ്രയാസം ഉണ്ടായപ്പോ അവരെ വിളിച്ചത് ആരെയാണ്? അത് മാത്രം പറഞ്ഞെടുത്താൽ മതി. എന്നാൽ തന്നെ മനസ്സൊന്ന് തുറക്കാൻ സാധ്യതയുണ്ട്. അവര് ബദർ ശുഹദാക്കൾ 319, 313 അല്ലെങ്കിൽ 319 ആളാണ്. 313 അല്ലെങ്കിൽ 319 ഇവരാണ് ബദർ ശുഹദാക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവ്. മറുകക്ഷി അബൂജഹലും ടീമും 1000-ഓളം പേരാണ്. 1000 പേരാണ്. ഇവരെ 3 ഇരട്ടി. അത് ചെറിയ പ്രതിസന്ധി അല്ല എന്ന് മാത്രമല്ല, അവിടെ അബൂജഹലും കൂട്ടരും യുദ്ധത്തിന് ഒരുങ്ങി ആയുധമേന്തി അതേപോലെ തന്നെ ആൾബലത്തോടെയാണ് വരുന്നത്. മുസ്ലിങ്ങളോ അങ്ങനെയല്ല. അവർ യുദ്ധത്തിനല്ല പോണത്. യുദ്ധത്തിനല്ല അവർ പോണത്. അവിടെ എത്തുമ്പോഴാണ് ഇതൊരു യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നവര് അറിയുന്നത്. അങ്ങനെയാണ് യുദ്ധം നടക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ബദരീങ്ങളുടെ നേതാവ് വിളിച്ച് പ്രാർത്ഥിച്ചത് ആരോടാ? അല്ലാഹുവോട്. ബദരീങ്ങൾ ദുആ ചെയ്തത് ആരോടാ? അല്ലാഹുവോട്. ഇതാണ് ആ സഹോദരിയോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ഇതിലും വലിയ പ്രയാസവും പ്രതിസന്ധി വന്നപ്പോ ആ ബദർ ശുഹദാക്കൾ ചോദിച്ചത് അല്ലാഹുവോടാണ്. അല്ലാഹ് പറയുന്നുണ്ട് ആ കാര്യം തന്നെ. ഇദ് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, റബ്ബിനോട് സഹായം തേടിയ പ്രാർത്ഥിച്ച സന്ദർഭം, ഫസ്തജാബ ലക്കും, അപ്പോൾ അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. 1000-ഓളം വരുന്ന മലക്കുകളെ തുടരെ ഇറക്കിക്കൊണ്ട് നാം നിങ്ങളെ സഹായിക്കുമെന്ന് അല്ലാഹുവോട് അവർ ചോദിച്ചത്. ഇതുപോലെ സഹോദരി, നീയും അല്ലാഹുവോടാ ചോദിക്കേണ്ടത് എന്ന് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ അപകടം എന്താണെന്നറിയോ? അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് മനുഷ്യൻ മരിച്ചു പോയാലേ അല്ലാഹ് എല്ലാം പൊറുക്കും. ശിർക്ക് അല്ലാഹ് പൊറുക്കൂല. അതുകൊണ്ടാണ് തൗഹീദാണ് പ്രധാനം എന്ന് പറഞ്ഞത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. സൂറത്തുൻ നിസായിൽ 2 സ്ഥലത്തുണ്ട്. ഒരേ സൂറത്തിൽ ഇതേ വാചകം 2 സ്ഥലത്ത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. തീർച്ചയായും അല്ലാഹു തആല അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് പൊറുക്കില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം. അപ്പൊ ശിർക്ക് അല്ലാഹ് പൊറുക്കൂല. പൊറുക്കൂല എന്ന് പറഞ്ഞ വിശദീകരണം ഉണ്ട്. എന്താണ്? ഇതിപ്പോ ഇന്ന് വരെ ഒരാൾ ശിർക്കിൽ കഴിഞ്ഞു, നാളെ എനിക്ക് തൗഹീദ് മനസ്സിലായി തിരിച്ചു വന്നാൽ പൊറുക്കൂലേ? പൊറുക്കൂല എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കണം എന്താണ്? അല്ലാഹു തആല തെറ്റുകൾ കുറെ നമ്മൾ തൗബ ചെയ്യാതെയും പൊറുക്കും, ഇസ്തിഗ്ഫാർ നടത്താതെയും കുറെ പൊറുക്കും. അങ്ങനെ ഏത് പൊറുക്കൂല? ശിർക്ക് പൊറുക്കൂല. ശിർക്ക് പൊറുക്കണമെങ്കിൽ എന്ത് വേണം? ആ ശിർക്ക് ചെയ്ത വ്യക്തി അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം, അല്ലെങ്കിൽ പൊറുക്കൂല. അത് ശിർക്കിന്റെ ഒരു പ്രത്യേകത. ശിർക്കോടെ മരിച്ചുപോയോ അയാൾക്ക് ഒരിക്കലും പൊറുക്കപ്പെടില്ല. അതേസമയം ഒരാളുടെ വേറെന്തെങ്കിലും തെറ്റുമുണ്ട്, ആ തെറ്റോടെ മരിച്ചു പോയത്, അത് മയ്യത്ത് ഇസ്ലാത്തിന് പറയില്ലേ, അല്ലാഹു ഗഫൂറുൽ വറഹം, അതോട് കൊടുക്കാം. അല്ലാഹു ഗഫൂറുൽ മിനാത്ത്, അതോട് കൊടുക്കാം. വേറെ പല വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതോട് കൊടുക്കാം. ഇതൊന്നും അല്ലാതെ ചിലപ്പോ അള്ളാഹിന്റെ കാരുണ്യായിട്ട് അങ്ങനെയും പുറത്തു കൊടുക്കാം. അതിലൊന്നും ഏത് വരില്ല. ശിർക്ക് ഉണ്ടെങ്കിൽ അതാണ് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ക്ലിയർ ആണല്ലോ? ശരി. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം, അത് ചെയ്തുകൊണ്ട് നമ്മുടെ കൺമുന്നിൽ മനുഷ്യൻ മരിച്ചു പോയാൽ മനസ്സൊന്ന് വേദനിക്കൂലേ?
നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്കങ്ങനെ വേദന എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഓരോ മുജാഹിദും ആലോചിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ബന്ധത്തിൽ നിന്ന്, നമ്മുടെ അയൽപക്കത്തു നിന്ന് ഒരാൾ മരിച്ചു പോയി. അയാള് ശിർക്കോടെയാണ് മരിച്ചു പോയത്. നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയോ, വേദനിപ്പിച്ചോ? വേദനിപ്പിക്കണ്ടേ? ശരിക്ക് ഇനിയെങ്കിലും നമ്മൾ പരസ്പരം പലപ്പോഴും സംസാരിക്കാറുള്ള, പലപ്പോഴും പല കാര്യങ്ങൾക്ക് വിളിക്കാറും ചോദിക്കാറും ഒക്കെയുള്ള ആ മനുഷ്യരോട് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഞമ്മക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലേ, അല്ലെ ഞമ്മക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തോ പ്രയാസമുണ്ടോ എങ്കിൽ പറയാൻ പറ്റിയ സദസ്സൊക്കെ കൊണ്ടുവരാൻ. നേരത്തെ പറഞ്ഞ മാതിരി ഒരു വെള്ളിയാഴ്ച ജുമയ്ക്കൊന്ന് കൊണ്ടുവന്നാൽ മതി. ഒരു വെള്ളിയാഴ്ച ജുമയ്ക്കൊന്ന് കൊണ്ടുവന്നാൽ മതി, കുറെ പരിഹരിക്കപ്പെടും അവിടെ. അല്ലെ അങ്ങനത്തെ ഒരു സദസ്സിലേക്ക്, ഒരു പൊതുപരിപാടി ഉണ്ട്, സദസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഒന്ന് വന്നു നോക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാൽ മതി, വലിയ മാറ്റം ഉണ്ടാവും. അപ്പൊ നമ്മള് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ബദർ ശുഹദാക്കൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ജനങ്ങളോട് പറയാൻ പറ്റിയ മറ്റൊരു സംഗതി എന്താ പറയുക, ഈ ലോകത്ത് വന്ന പ്രവാചകന്മാർ അവരുടെ ചില ഉദാഹരണങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമ്മള് ദൗത്യം നിർവഹിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, എന്നും എപ്പോഴും മരിക്കുക നമ്മളൊക്കെ. പക്ഷെ നമ്മളെ ശേഷം നമ്മൾ കാരണം ഒരാൾ മനുഷ്യന് ഹിദായത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളൊക്കെ നമുക്ക് വേണ്ടി നടത്തുന്നു. അതിന്റെയൊക്കെ കനത്രയും നമ്മൾ മരിച്ചാലേ അല്ലാഹു ഗഫർ ലഹു വർഹംഹു എന്ന് പ്രാർത്ഥിക്കുമ്പോ അതൊരു ഒയന്ന പ്രാർത്ഥന ആവില്ല, മനസ്സെന്ന് വരുന്നത്. നമ്മുടെ ഒരു പ്രായമുള്ള കാരണവരായ ഒരു ആള് അദ്ദേഹം പറഞ്ഞു കേട്ടാണ്, സയ്യിദ് മൗലവി രണ്ടത്താണ്. അദ്ദേഹം മരിച്ചു കിടക്കുന്ന സമയം, ആ സമയത്ത് അവിടെ പല ആൾക്കാരും സങ്കടപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒരു കാലത്ത് വളരെ ഒരു തൗഹീദിന്റെ പ്രബോധന രംഗത്ത് അതിശക്തമായി പ്രവർത്തിച്ചു. ഇന്നത്തെ സൗകര്യമില്ലാത്ത കാലത്താട്ടോ, ആലോചിക്കണേ. ഇന്ന് നമുക്ക് സ്വാഗതം പറയാൻ ആളുണ്ട്, അധ്യക്ഷനാളുണ്ട്, ഉദ്ഘാടനത്തിനാളുണ്ട്, ആശംസക്കാളുണ്ട്, നന്ദിക്കാളുണ്ട്, കസാരെടുത്തക്കാളുണ്ട്, ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാളുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ നമുക്ക് വരാൻ പ്രസംഗിക്കാൻ വരുന്നവർക്ക് സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്. അൽഹംദുലില്ലാഹ് ഉപയോഗപ്പെടുത്താം, അതൊക്കെ ഉപയോഗപ്പെടുത്താം. അൽഹംദുലില്ലാഹ്. ഈ സൗകര്യം ഇല്ലാത്ത കാലത്ത് എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോകുന്ന ജീവൻ പണയം വെച്ചുള്ള പോക്കാണ്. ഇന്നിപ്പോ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളിവിടെ ഇപ്പൊ നമുക്ക് ഇന്ന് ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടല്ലേ ഇങ്ങോട്ട് മാറ്റേണ്ടി വന്ന്, അല്ലെ ഇപ്പോൾ ടൗണിലെ പരിപാടി നടക്കൂലേ? വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആലോചിച്ച് നോക്കിയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് നമുക്ക് നിയമ സഹായം തരില്ല, ഇവിടെ പ്രൊട്ടക്ഷൻ തരില്ല, ഇവിടെ സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചാൽ പോരെ നമ്മള്. അത്ര സൗകര്യമാണ്. അന്നതല്ല, അന്ന് പ്രസംഗിക്കാൻ പോയാൽ തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ക്രിട്ടിക്കൽ സമയമാണ്. എന്നിട്ട് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോവാണ്. കെ എം മൗലവിയുടെ ചരിത്രത്തിൽ നമ്മുടെ എം എം പറഞ്ഞൊക്കെ ഉണ്ട്. ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നാല് അവിടെ പൈസ കൊടുത്ത ചായ കിട്ടൂല. നമുക്ക് ഇന്നിപ്പോ എന്തായി, സദസ്സൊക്കെ അങ്ങോട്ട് ചായ, നോട്ട് ഓൺലി ചായ വിത്ത് കടിയ കട്ടാൾസുണ്ടോ അവിടെ കടിയടക്കം. ഇപ്പൊ വേണോ വേണ്ടേ, ഏത് എണ്ണുള്ളോണ്ട് കൊളസ്ട്രോളിലോട് വേണോ വേണ്ടേ, ചായ മധുരം ഉണ്ടോ ഇല്ലേ, ഇതൊക്കെ ഹിസാബ് എടുത്തിട്ട് നമ്മൾ കുടിക്കുന്നത് അല്ലേ. മുമ്പ് എത്തുക. അൽഹംദുലില്ലാഹ്. ഇതന്ന് പ്രസംഗിക്കാൻ ചെന്നാള്, ഏത് സദസ്സിലിരിക്കുന്ന ആൾക്കല്ല, പ്രസംഗിക്കാൻ ചെന്നാൾക്ക് അങ്ങാടി പോയി പൈസ കൊടുത്താലും ചായ കിട്ടാത്ത കാലം. ഇവിടെ നിന്നാണിത് ഉണ്ടായത്. അങ്ങനെ അത് വളർന്നത്. ഈ ചരിത്രമൊന്നും മനസ്സിലാക്കാതെ ഏതോ ഒരു ആവേശപ്രസംഗം കേട്ട് വന്ന ചില മനുഷ്യന്മാരുണ്ടോ, പുതിയ വരും പിന്നാലെ പോയി. ഈ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നാലെ പോയ ആൾക്കാരില്ലേ, എന്തേ കാര്യം ഏതോ ഒരു ആവേശപ്രസംഗം കേട്ടിട്ടുണ്ടപ്പോ എന്തേ കാര്യം. ഇത് ചരിത്രം ഒന്നും ഒരു ഉണ്ടാവില്ല. എങ്ങനെ ഇസ്ലാമിക പ്രസ്ഥാനം ഉണ്ടായതെന്നോ ആ ചരിത്രം എന്താണെന്നോ, അതുപോലെ അങ്ങനെ തുടങ്ങിയ ലോകം ഒരു പുതിയ സംഭവം വലിയ സംഭവം എടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു പ്രസംഗത്വം കേട്ടു, അതിന്റെ പിന്നാലെ കൂടെ അതാണ്ട് ഹൈലൈറ്റ് ചെയ്ത് നടക്കുകയാണ്. എന്നാൽ മുൻഗാമികളായ കുറെ പണ്ഡിതന്മാർ ഈ രംഗത്ത് നടന്നിട്ടുണ്ട്. അവരെങ്ങനെ സമീപിച്ച സമീപനം ബോധമൊന്നും ഉണ്ടാവില്ല. അതാണ് അതിനൊക്കെ പിന്നാലെ ആവേശകം പറ്റി പിന്നെ അവിടെ പ്രശ്നവും ഒക്കെ ഉണ്ടാവാറില്ല. ഞാൻ പറയുന്നത്, നമ്മൾ അന്ന് സയ്യിദ് മൗലവി മരിച്ചു കിടക്കുമ്പോ ഒരു ആള് കിടന്നിട്ട് അവിടെ ഇങ്ങനെ അടുത്തിരുന്നിട്ട് വല്ലാതെ തേങ്ങി കരയണം.
അപ്പൊ ഒരാൾ ചോദിച്ചത്രേ, നിങ്ങളെ ആരാണ് ഇത്? അല്ലാതെ കരുണ കണ്ടപ്പോ നിങ്ങൾ ആരാണിത്? ചിലപ്പോ അപ്പൊ സ്വാഭാവികമായിട്ട് മക്കളാരെങ്കിലും ആണോ, അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ജ്യേഷ്ഠ സഹോദരന്മാരാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാം. ഇയാൾ പറഞ്ഞത് അങ്ങനത്തെ ഒരു ബന്ധവുമില്ല. ഈ മനുഷ്യൻ എന്റെ നാട്ടിൽ വന്നിട്ട് തൗഹീദ് പ്രസംഗിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ആ ശിർക്കിലായിരിക്കും. എനിക്ക് ഈ തൗഹീദ് കിട്ടാൻ കാരണക്കാരനായ ആ മനുഷ്യനാണല്ലോ ഈ മരിച്ചു കിടക്കുന്നത്. ആ മനുഷ്യനൊക്കെ അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസലഹു എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോ അതിലേക്ക് ഇഖ്ലാസും കട്ടിയും കനവും എത്ര ആയിരിക്കും എന്ന് ആലോചിച്ചു. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചാല് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാകും ആൾക്കാർ. വരും കുറെ മനുഷ്യന്മാർ വരും, നൂറുകണക്കിന് ആൾക്കാർ. നമ്മൾ ആര് മരിച്ചാലും വരും. ഒക്കെ എന്താ 10 മണിക്കാണ് നിസ്കാരം വിചാരിച്ചോളൂ, 10:02 ക്ലോക്കൊക്കെ ഇങ്ങനെ നോക്കും, കഴിഞ്ഞിട്ട് പോണം, തിരക്കില. അയാൾക്കൊരു തിരക്കില്ല കേട്ടോ, നമ്മളാവുന്ന മരിച്ചെടുക്കാനൊക്കെ ഒരു തിരക്കില്ല. എന്നാൽ ഇതേപോലെ നമ്മൾ കാരണം അയാൾക്ക് തൗഹീദ് കിട്ടി, അയാൾക്ക് എന്തുണ്ടെങ്കിലും മാറ്റിവെക്കും നിസ്കരിക്കാൻ ആ ചാൻസ് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ അയാൾ തയ്യാറാകും. അതിന് നമ്മൾ ബോധപൂർവ്വം മെനക്കണം. ഞാൻ ആവർത്തിച്ച് പറയാണ്, നമ്മളൊന്ന് റീതിങ്ക് നടത്തുക. 3 ബസ് ഒന്ന് കൂട്ടാൻ പറ്റുന്നത്. കുറച്ച് ആൾക്കാരുടെ ശാഖയുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷെ ഇനിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഞാൻ അവിടെ ആളെ കൂട്ടാൻ വേണ്ടി മാത്രം ആ നിലക്കല്ല പറയുന്നത്. നമ്മളൊരു ഏത് സമ്മേളനം നോക്കിങ്ങള്, നമ്മുടെ സമ്മേളനം ആളെ കൂട്ടാനുള്ള സമ്മേളനമല്ല. അവിടെ നടക്കുന്ന പല വിഷയത്തിൽ സംസാരിക്കും, പല ലോകതലത്തിലുള്ള ഇഷ്യൂസ് പറയും, നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ഇഷ്യൂസ് പറയും, അതുപോലെ തന്നെ ആദർശ രംഗം പറയും. അങ്ങനെ ഓരോ പണ്ഡിതന്മാർ ഓരോ തലമായിരിക്കും, എല്ലാവരും ഒരേ വിഷയമല്ല സംസാരിക്കാം, ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ സംസാരിക്കാം. അപ്പൊ എല്ലാ നിലക്കും ഉപകാരപ്പെടുന്ന കുറെ ടോക്ക് അവിടെ ഉണ്ടാവും. ഈ നടക്കുന്ന സംസാരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ ഒരു സംസാരത്തിന്റെ ഒരു സെന്റൻസ് ആയിരിക്കും സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ കൂടി അറിയില്ല. അതായിരിക്കും അവർക്ക് മാറ്റം ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ നിമിത്തായാൽ വലിയ ഗുണമായിരിക്കും അതുകൊണ്ട്. ഞാൻ പറയുന്നത് സിമ്പിളായി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി നോക്കൂ, അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം, തൗഹീദാണ് പ്രധാനം എന്ന സന്ദേശം പറയുമ്പോൾ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന കാര്യം നമ്മൾ ഈ സമൂഹത്തിൽ പറയുമ്പോൾ സിമ്പിളായി പറഞ്ഞു കൊടുക്കാം. ഏറ്റവും ചുരുങ്ങിയത്, ലോകത്ത് വന്ന പ്രവാചകന്മാർ അവരുടെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അള്ളാഹിനോടാണല്ലോ ചോദിച്ചത്. ഒരു നബിയും ആ നബിക്ക് മുമ്പ് കഴിഞ്ഞു പോയ മറ്റൊരു നബിയോട് ചോദിക്കണില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. ചില സംഭവം ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. ഒന്ന്, ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത്തെ മനുഷ്യനാണ്, ഒന്നാമത്തെ നബിയാണ്. മുമ്പ് ഒരു മനുഷ്യൻ കഴിയാത്തോട് പിന്നെ എന്നാലും അദ്ദേഹം അള്ള വിലക്കിയ ആ പഴം കഴിച്ചു പോയി. ആ സമയത്ത് അദ്ദേഹവും ഭാര്യയും ആദം നബിയും ഹവ്വാ ബീവിയും അതിന് ഒരു മോചനം കിട്ടാൻ വേണ്ടി ചോദിച്ചത് ആരോടാണ്? റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആരോടാ? റബ്ബന, അല്ലാഹുവോടാ. ഇനി അത് ഖുർആൻ പറയട്ടോ, പറയാണ്. ഇനി സൂറത്തുൽ അഅറാഫിൽ ഇനി നമ്മുടെ സമൂഹത്തിലേക്ക് വന്നാൽ അവിടുത്തെ സ്ഥിതി എന്താണ്? നമ്മുടെ നാട്ടിലെ മങ്കൂസ് പോലത്, ഈ മങ്കൂസ് പോലത്തെ സ്ഥിതി എന്താണ്? അതിൽ കുറെ ഉണ്ട്, കുറെ അപകടങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഇർതകബതു അലൽ ഖത്വാ ഗൈറ ഹസനിൻ വഅദദ ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താണ്? ഞാൻ കുറെ തെറ്റ് ചെയ്തിരിക്കുന്നു, അങ്ങയോട് ഞാൻ ഈ വിഷയത്തിൽ ആവലാതി ബോധിപ്പിക്കുന്നു നബിയേ. തെറ്റ് ചെയ്യും മനുഷ്യന്മാരാ. ആ ചെയ്ത തെറ്റ് പുറത്ത് കിട്ടാൻ വേണ്ടി അങ്ങയോട് നബിയെ, അങ്ങയോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു. അള്ളാഹിനോടല്ലേ പറയേണ്ടത്? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താ? യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യൂ, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ. ഞാൻ ഒരു ദിവസം അല്ലാഹുവിലേക്ക് 100 വട്ടം തൗബ ചെയ്യാറുണ്ട്. ഒരു ദിവസം, ഒറ്റ ദിവസം 100 വട്ടം തൗബ ചെയ്യണമെന്ന് ആലോചിച്ചു. ആര്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതിനർത്ഥം 100 തെറ്റ് റസൂലുള്ളാഹി ചെയ്തു എന്നല്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാതെ നിന്നിട്ട് പോലും തെറ്റ് ചെയ്ത മനുഷ്യൻ പറയുന്ന പോലെ വിനയത്തോടെ അള്ളാഹുലേക്ക് മടങ്ങി എന്നതിന്റെ അർത്ഥം. ചെയ്തിട്ടില്ല തെറ്റ്. അങ്ങനെ റസൂലുള്ളാഹി ചെയ്തെങ്കിൽ നമ്മൾ എത്ര ചെയ്യണം? അത് ആരോട് ചെയ്യാനാ പറഞ്ഞത്? യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് ചെയ്യൂ, വസ്തഗ്ഫിറുഹു, അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ, എന്നോട് ചെയ്യൂന്നല്ല. എന്നിട്ട് നമ്മളെ ആൾക്കാര് ലേക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറുൻ നബി ഇത് തിരുത്തി കൊടുക്കുക. നമ്മള് സ്നേഹത്തോടെ. കണ്ണൂരിലെ നമ്മുടെ പ്രവർത്തകൻ പയ്യന്നൂർ ഭാഗത്തുള്ള അദ്ദേഹം പറഞ്ഞൊരിക്കലേ, അദ്ദേഹത്തിന്റെ ഉമ്മ ആദ്യം തൗഹീദിന്റെ ആശയമൊന്നും സ്വീകരിച്ചിരുന്നില്ല. ആ ഖുറാഫാത്തും കേട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഇദ്ദേഹം ചെയ്യുന്നത് അന്ന് കുറച്ച് മുമ്പ്, അന്ന് അദ്ദേഹം ഈ CD ഉള്ള കാലം. അപ്പൊ നേരത്തെ പറഞ്ഞ CD നിർത്താൻ പറഞ്ഞു. ഇവിടുന്നപ്പോ വല്ലപ്പോഴത്തെ CD നിർത്താൻ പറഞ്ഞേക്കെ ആ CD കാലം. അപ്പൊ എന്താ വെച്ചാൽ മൂപ്പര് ചെയ്യുന്നത് ഉമ്മ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഇയാള് വേറെ താമസം, ഉമ്മ അനിയന്റെ അടുത്താണ്, ഇയാൾ വേറെ താമസം. പക്ഷെ ഇയാൾ ഇങ്ങനെ ചെല്ലും. എന്നിട്ട് അവിടെ അന്ന് CD പ്ലെയറിൽ CD നമ്മളെ പണ്ഡിതന്മാരുടെ തൗഹീദ് പ്രസംഗത്തിന് CD ഇട്ടു. അപ്പൊ ഇതിങ്ങനെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ കേട്ട് പിന്നെ ഈ വിഷയത്തൊക്കെ മാറി ഓഫാക്കുക, ഓഫാക്കിക്കോ, കുറച്ചായിട്ട് പിന്നീട് അങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ അവസാനം ഉമ്മ പറഞ്ഞ് ഇതിനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. മകനോട് ഉമ്മ പറയണം. ഓവര് പിന്നെ ചിരിച്ചാണ്ട് പിന്നെയും ചെല്ലും. അങ്ങനെ പിന്നെ കേൾപ്പിച്ചു. പിന്നെ ഉമ്മ കാര്യം മനസ്സിലാക്കി തൗഹീദ് ശരിക്ക് സ്വീകരിച്ചു. ആ ഉമ്മ പുറത്ത് മരിച്ചു പോയി. അല്ലാഹു പുറത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം ആ ഒറ്റ വർത്താനം പറഞ്ഞാൽ നിർത്തി പോന്നേക്കാണെങ്കിലോ അല്ലേ? അതുകൊണ്ട് നമ്മുടെ സ്നേഹത്തോടെ ഈ ആദം നബിന്റെ സംഭവം പറഞ്ഞു നോക്കും. അതേപോലെ ഞാൻ വേറെ ചില സംഭവങ്ങൾ പറയാം. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ ശരിക്ക് അയ്യൂബ് നബിന്റെ ആ ഒരു ചരിത്രം മുന്നിൽ കണ്ട് നമ്മുടെ നാട്ടിലെ ആളെ മനസ്സിലേക്ക് കരുതി നോക്കിയിട്ടാണ്. അദ്ദേഹം ചരിത്രം അവിടെ വെച്ചുകൊണ്ട് ആ അവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ എന്തായിരിക്കും? എന്തൊക്കെ ഉണ്ടായത് അദ്ദേഹത്തിന്? അദ്ദേഹം നല്ല നല്ല കരുത്തരായ ആൺകുട്ടികളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഓരോരുത്തരും മരിച്ചു പോയി. ബാപ്പ ജീവിച്ചിരിക്കുമ്പോ മക്കള് മരിച്ചിങ്ങനെ പോകും. ജീവിതത്തിൽ വലിയ പരീക്ഷണമല്ലേ. അതുപോലെ അത്യാവശ്യം സമ്പത്തുണ്ടായിരുന്നു, ഒക്കെ ഇല്ലാതെ. അതിന്റെ പുറമെ ആരോഗ്യവാനായിരുന്നു. പക്ഷെ നല്ല മാരകമായ പ്രയാസകരമായ രോഗം വന്നിട്ട് ചരിത്രത്തിലും തഫ്സീറിലൊക്കെ പറയുന്നത് ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും വിട്ടു നിന്നു. അത്രയും പ്രയാസം ഉണ്ടായിരുന്നു. ഇത് ഈ ഒരു ഘട്ടം കുട്ടികൾ മരിക്കുക, മാരകമായ രോഗം, നല്ല സമ്പത്തില്ല. ഈ ദുനിയാവിൽ എന്ത് പരീക്ഷണ വേണ്ടിയെന്ന് ആലോചിക്കണേ. ആ ജാതി പരീക്ഷ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താണ്? വളരെ അല്ലാഹു പറയുന്നത് അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. ലാത്തൊരു വാക്കാണ്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം. ഇതിൽ അദ്ദേഹം പറയുന്നത് അന്നി മസ്സനിയ ദ്ദുർ, അല്ലാഹുവേ എനിക്കിതാ ളുർ ബാധിച്ചിരിക്കുന്നു, എനിക്കിതാ രോഗം പ്രയാസം വന്നിരിക്കുന്നു. വഅൻത അർഹമുർ റഹീമീൻ, നീ അർഹമുർ റഹീമീനായിരിക്കെ, നീ അർഹമുർ റഹീമീനായിരിക്കെ. എന്താ? കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നന്നായി കരുണ കാണിക്കുന്നവനാണ് നീ എന്നിരിക്കെ എനിക്കിതാ രോഗം വന്ന. അതിനർത്ഥം മാറ്റി തരണേ എന്നവിടെ പറയും. ആ വാചകത്തിലില്ല, അതിലുണ്ട്. എന്താ പറഞ്ഞത്? റബ്ബേ ഈ അർഹമുറാഹിമിനാണല്ലോ എനിക്കിതാ രോഗം, ആ റഹ്മത്തോട് ഇത് മാറ്റി തരണേന്നില്ലേ വാക്കിൽ വാചകത്തില്ലെങ്കിലും. ആരോട് അദ്ദേഹം പറഞ്ഞു? നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ പോകാത്ത മക്ബറ ഉണ്ടാവും, ഇയാൾ എത്താത്ത ജാറുണ്ടാവും, ഇയാൾ ചൊല്ലാത്ത സബീനന്റെ ഏടുണ്ടാവും, മൗലിദ് കിതാബ് ഉണ്ടാവും, കുത്തുബിയത്തും റാത്തീബും ഹദ്ദാദും ഈ ജാതി എല്ലാം ഉണ്ടാവൂലേ? അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തനിക്കുമ്പ് കഴിഞ്ഞു പോയ ആദം നബിയോട് ചോദിച്ചില്ല. കാരണം ആദം നബിനാണ് അല്ലാഹു പറഞ്ഞത്. നൂഹ് നബിയോട് ചോദിച്ചില്ല, ഇദ്രീസ് നബിയോട് ചോദിച്ചില്ല അലൈഹിമുസ്സലാം അജ്മഈൻ. അദ്ദേഹം ചോദിച്ചത് ഇദ്നാദാ റബ്ബഹു, തന്റെ റബ്ബിനോടാണ്. നമ്മൾ പറഞ്ഞതാണ്. ഇത്ര ഈസിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? മാത്രല്ല ആയത്ത് അതിന് ശേഷമുള്ള പറയുന്നത് അറിയോ?
അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകി. അദ്ദേഹത്തിനുണ്ടായ പ്രയാസം നാം ഇല്ലാതാക്കി നീക്കി. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അത്രയും പിന്നെയും നാം കൊടുത്തു എന്നുള്ള പറയണം. നാം കൊടുത്തത് നമ്മുടെ ഭാഗത്തുള്ള റഹ്മത്തായിട്ടും ആബിദീങ്ങളായ അള്ളാനെ ആരാധിക്കുന്ന എന്നെ ആരാധിക്കുന്ന ആളുകൾക്ക് ഒരു ഉത്ബോധനമായിട്ടാണ്. ഇങ്ങനെ ഒരു ക്രൈസിസ്, ഒരു പ്രതിസന്ധി നിങ്ങൾക്കുണ്ടായോ, എന്നോട് ഇതേമാതിരി ഖിലാസോടെ പറഞ്ഞോളി, ഞാൻ തരാം. ആ ഒരു ഉത്ബോധനമായി ഉണ്ട് എന്നർത്ഥം. ഇത്ര പച്ചക്ക് പറഞ്ഞിട്ട്, ഇത്ര കൃത്യമായി പറഞ്ഞിട്ട് നമ്മളെ കൗമ പായാണ് ജാറത്ത് കിട്ടി. എന്നിട്ട് ന്യായീകരിക്കേ ഖബർ സിയാറത്ത് ഇസ്ലാമില്ലേ, പറഞ്ഞു കൊടുക്കണം. നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം. ഖബർ സിയാറത്തുണ്ട്, അള്ളാന്റെ റസൂൽ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തോളി. ആയിഷ ബി പറയുന്നുണ്ട്, ചില രാത്രികളിൽ പാതിരാ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, തന്റെ കൂടെ കിടന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ കാണുക. പാതിരാക്ക് എവിടേക്കെന്നറിയോ? ആ മദീനത്തെ പള്ളിക്കടുത്തുള്ള ബഖീഉൽ ഉർഖദിൽ സിയാറത്ത് ചെയ്യായിരിക്കും പാതിരാക്ക്. എന്തിന്? നമ്മുടെ നാട്ടിലെ ആൾക്കാരെന്ന് പോകുന്ന പോലെ പോകാനാണോ? ഏതെല്ലാം മഖ്ബറകളിൽ, കുഞ്ഞിപ്പള്ളി, പിന്നെ ഈ ഭാഗത്ത് ഏതെല്ലാം എനിക്കറിയില്ല, കോഴിക്കോട് ഇഷ്ടം പോലെ. മടവൂരുണ്ട്, പാറപ്പള്ളി പോന്ന വഴിയുണ്ട്, പാറപ്പള്ളി മക്ക വന്നിട്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ ഉണ്ട്. ഈ ഇവിടക്കെത്തൂലെ മനുഷ്യന്മാര്. നമ്മൾ ആലോചിച്ചു, കുഞ്ഞിപ്പള്ളിയിൽ ഉണ്ടല്ലേ ഇങ്ങനെ പൈസ തരുന്ന പരിപാടി. കേവിന്റെ പ്രസംഗത്തെ ഞാൻ കേട്ടു. കേവിയൊക്കെ പറഞ്ഞു, ഞാൻ ചിലപ്പോ ബസ് പോവാടി ഇങ്ങനെ ആക്കും വെറുതെ. ആ സാധു ഇങ്ങനെ പറയണ പൈസ മുറുക്കാടുക്കുന്നത്. അത് പറയുന്നത് ഈ മഖബറകളൊക്കെ കൗമത്താണ്. എന്തിന് രോഗം മാറാൻ, പ്രയാസം മാറാൻ, അവരോട് സഹായം ചോദിക്കാൻ. എന്നാൽ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രയാസമുണ്ടായ സന്ദർഭത്തിൽ പോയില്ല ഒരു ജാറത്തുകളും, വിളിച്ചില്ല ഒരു നബിയെയും. അല്ലാഹുവോട് തന്റെ റബ്ബിനെ വിളിച്ചു, റബ്ബിനോട് സഹായം നേടി. ഇതാണ് നമ്മുടെ ഖൗമിനോട് പറയുന്നത്. കാരണം തൗഹീദ് അടിസ്ഥാനമാണ്, പ്രധാനമാണ്. ഇതില്ലെങ്കിൽ ആ മനുഷ്യനൊരിക്കലും സ്വർഗത്തിലെത്താൻ കഴിയില്ല. ഒരിക്കലും അള്ളാഹു മനുഷ്യൻ ശിർക്ക് ചെയ്ത് മരിച്ചു പോയോ, അയാൾക്ക് അള്ളാഹു സ്വർഗം ഹറാമാക്കും. പിന്നെ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാൻ കഴിയൂല അയാൾക്ക്. ഇത് നമ്മള് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ തീരുമാനമാണ്. അത് നമുക്കേ പറയാൻ കഴിയുള്ളൂ. തൗഹീദിന്റെ പേരിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയ മനുഷ്യന്മാരുടെ നമ്മുടെ നാട്ടിൽ ജിന്നും മലക്കും, അത് ഭൗതികോ അഭൗതികോ ഇഷ്കാലുണ്ടാക്കിയാണ്ട് അല്ലേ. എന്നിട്ടിപ്പോ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കൊന്നാവൂല, അത് ശിർക്കല്ലാത്തതുണ്ട്. ഇത് പറയാൻ ഒരു പ്രസ്ഥാനം, ഒരു കൗമ ആയുസ് ചെലവാക്കണം. എന്താണ്? ജിന്നിനോട് സഹായം ചോദിക്കണമെന്ന് പറയില്ല, ചോദിച്ചാൽ അത് ശിർക്കല്ലാത്തതുണ്ട് എന്ന് പറയാൻ ഒരു കൗമ നാട്ടില് നിലവുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഒന്നാലോചിച്ച് നോക്കിക്കളെ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിന്നുണ്ടോ? ഉണ്ട്. മലക്കുണ്ടോ? ഉണ്ട്. നമ്മളെല്ലാരും കൂടെ ഒരു മലക്കുണ്ട്, ഒരു ശൈത്താനുണ്ട്. ആരും ബേജാറാണ് ഉള്ളതിന്. എന്നാലേ ഈ ജിന്നിനെ നമ്മളെ കാണേ കേൾക്കേ നമുക്ക് എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ, ബന്ധപ്പെടാൻ വല്ല മാർഗമുണ്ടോ? നമ്മൾ ഏതെങ്കിലും ദിവസം ചെന്ന് കിടക്കണ നേരത്ത് ശൈത്താൻ എന്നോ നീങ്ങാറിനോ? ഭാര്യനോട് തമാശ പറഞ്ഞ കഥല്ലേ പറഞ്ഞത്, ശൈത്താനോട് നീങ്ങാറ് അതല്ല. അല്ലാതെ ശൈത്താൻ കിടന്നിട്ട് നീങ്ങണ്ടെന്നോ? കാരണം നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിയില്ല. അത് ഓരോ ലോകത്ത് ഇന്നും മലക്കുണ്ട്, ഓരോ ലോകത്ത്. അതുകൊണ്ട് അടുത്തുള്ള പോലും നമുക്ക് വൈബ് ചെയ്യാൻ, അതായത് പറഞ്ഞത് അടുത്തുള്ള പോലും വൈബാണ്. ഇവിടെ ഉണ്ടാവും എൽമിന്റെ സഹസാണ് മലക്ക് ഉണ്ടാവാം. ആ അടുത്താണെങ്കിൽ പോലും നമുക്ക് വൈബ. കാരണം എന്താ? നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗമില്ല. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അവര് ഹാലിറിന്റെ ഹുക്കുമ എന്ന് പറഞ്ഞാൽ ഗായിബിന്റെ വഴിയാണ്. അതായത് രണ്ടും കണക്കാണ്. അടുത്തായാലും കണക്കാ, ദൂരായാലും കണക്കാ. കാരണം നമുക്ക് ബന്ധപ്പെടാനോ കേൾക്കാനോ അറിയാനോ ഒരു മാർഗമില്ല.
അതുകൊണ്ട് അതിനോട് ചോദിച്ചാൽ വൈബായ നിലയ്ക്ക് ചോദിക്കാൻ കഴിയുള്ളൂ. അവിടെ പച്ച ശിർക്കാണ്. ഷെയ്ഖ് ഇബ്നു ബാസിനോട് ചോദ്യമുണ്ട്. എന്താ പറയുക, അത് പറയാ ചോദ്യമാണ്. ഇങ്ങനെ ചില ആൾക്കാര് രാത്രി കിടക്കാൻ നേരത്ത് ഒരു പറയും, യാ ജിന്നൽ ബൈത്ത്, ഈ വീട്ടിലുള്ള ജിന്നുകളെ ഇന്ന സമയത്ത് ഞങ്ങൾ വിളിച്ചോണത്തണേണ. സ്വർഗത്തിലാക്കണേ അബോധിക വിഷയം അറിയില്ലേ, അങ്ങനത്തെ ഒന്നല്ല. അല്ലെ നരകത്ത് കാക്കണേന്നൊന്നുമല്ല, വിളിച്ചോണത്തണേണ. അതെ, അലാറം. ഇതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് കൊടുക്കാൻ മറുപടി എന്താ? ഷിർക്കുൻ അക്ബർ. പച്ച ശിർക്ക് എന്ന് മലയാളത്തിൽ പറയാൻ പറയാം. വലിയ ശിർക്ക് എന്ന ആവശ്യമില്ല, പച്ച ശിർക്ക്. ശിർക്ക് അക്ബർ അസുഖറുണ്ട്, അതില് വലിയ ശിർക്കാണ് അത്. അതെന്തേ? മരിച്ച ജിന്നോടാ ഹാലറല്ലേ, അല്ലെങ്കിൽ ഹയ്യല്ലേ? ഇവിടെ ഇല്ലാത്ത അല്ല, പുറത്തല്ല, പരന്റെ ഉള്ളിലല്ലേ ജിന്നൽ ബൈത്ത്, വരിയുള്ള ജിന്നയാണ്. അതുപോലെ ശിർക്ക്. എന്നിട്ട് അയിമ്പത് ഒരു കുറച്ച് മനുഷ്യൻ ആയുസ് ചെലവാക്കിയാണ്. ഇതും പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്. അൽഹംദുലില്ലാഹ് നമ്മളെ കാത്തു. ഞാൻ പറയുന്നത് ആ ഒരു ക്ലിയർ, ആ ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റാൻഡ് നമ്മൾ എടുക്കുക. ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റാൻഡ് എടുക്കുക എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇത് അന്തസ്സോടെ കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്ന നമുക്ക്. ഓരോട് പറഞ്ഞാൽ അപ്പ ചോദിക്കും, ഇത്ര സമ്പാദ്യ വ്യവസ്ഥയിൽ ചോദിക്കുന്നുണ്ട്, അപ്പൊ ജിന്നോ വൈദേശികൾ അപ്പൊ ജിന്നോന്ന് വെച്ചിട്ട് മിണ്ടാൻ കഴിയാ കുടുങ്ങി കിടക്കുന്ന തോമൾ കാണണല്ലേ. നമുക്ക് കോൺഫിഡൻസോടെ പറയാം. എന്ത് ഇത് നമ്മളെ സംബന്ധിച്ച് വൈബിയാണ്. അതോട് ചോദിച്ചാൽ ശരിക്കാൻ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ജിന്നിന്റെ കോലത്തിൽ നമ്മളെ കോലത്തിലും ചോദിച്ചാൽ അത് ശരിക്കാൻ. കാരണം എന്താ, നമുക്ക് ബന്ധപ്പെടാൻ ഒരു മാർഗമില്ല. ശരി, ഞാൻ പറഞ്ഞു വന്നത് ഈ സംഗതി നമ്മൾ വളരെ ക്ലിയറായി നമ്മുടെ സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവസ്ഥ. ഇനി നോക്കൂ, മഹാനായ ഖലീലുല്ലാഹി, ഞാൻ ധരിപ്പിക്കില്ല കേട്ടോ, ഖലീലുല്ലാഹി എത്ര വരെ പോയവരെ? എന്റെ പ്രശ്നമല്ല, ഒരു പങ്കാ പ്രശ്നമല്ല അല്ലേ, അത്ര ദൂരം എനിക്ക് പ്രശ്നമില്ലായിരുന്നു ഞങ്ങൾക്ക്. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഇതേപോലെ പരീക്ഷിക്കപ്പെട്ടു. എന്താ പരീക്ഷണം? കുട്ടിയില്ല, സന്താനമില്ല. അതില്ലാതെ പരീക്ഷിക്കപ്പെടുന്നവർക്ക് എന്റെ വില അറിയില്ല. കുട്ടികളിങ്ങനെ അങ്ങോട്ട് തലക്കുമ്പോഴേക്കും ഭാവികൾക്ക് വില അറിയില്ല. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് പരിപാടിക്ക് വന്നപ്പോൾ ഒരാളെ പരിചയപ്പെടും, പ്രവർത്തകനാണ്. അപ്പം എന്തൊക്കെ വിവരം, കുറച്ച് പ്രായമുള്ള ഒരാൾ, ഒരു 60-65 വയസ്സുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അല്ല എന്താണ് മക്കളൊക്കെ എന്താ ചെയ്യണത്? കുട്ടികളില്ല. ചോദിക്കേണ്ടില്ല, നമുക്ക് അറിയില്ലല്ലോ ഞങ്ങളുടെ ചില സംഗതികൾ. പിന്നെ മൂപ്പർക്ക് അത്ര പ്രശ്നമില്ല, കാരണം ഉപരിയിലൂടെ ഈ ചോദ്യം ഇങ്ങനെ പലരും ചോദിക്കണമല്ല, നമ്മളെ കണ്ടുപിടി എന്തൊക്കെ വർത്താനം, കുട്ടികളൊക്കെ എന്താ ചെയ്യണത് ചോദിക്കണേ. ആ ചോദ്യം ഇങ്ങനെ കേട്ട് ശീലിച്ച പ്രശ്നം നമുക്ക് വലിയ വിഷമമായിരിക്കും. അത് ഞാൻ പറയുന്നത്, അതുള്ളവർക്ക് ചിലപ്പോൾ വില അറിയില്ല, ഇല്ലാതൊരു കാര്യം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സന്താനമില്ലാതെ ഇടങ്ങേറായി കുറെ കാലം. അദ്ദേഹം അല്ലാഹുവിനോട് പടച്ചറപ്പ്, നിന്റെ ഈ സന്ദേശം അടുത്ത തലമുറ കൈമാറാൻ പറ്റിയ ഒരു സ്വാലിഹായ സന്താനത്തെ തരണമൊക്കെ. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ സ്വാലിഹായ സന്താനത്തെ തരണേ ദുആ ചെയ്യും. നമ്മുടെ നാട്ടിലും സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ആൾക്കാർ ചില ജാറങ്ങളുടെ ഓഫർ തന്നെയാണ്. ഇവിടെ നിന്നാ കുട്ടീൻ്റെ തൊട്ടിലിട്ട, കാട്ടിലൊരു ജാറം അവിടെ പോയി തൊട്ടിലിട്ട, നേരെ തല കുത്താനെ. സാധാരണ കുട്ടികളുണ്ടായിട്ടാ തൊട്ടിലിട്ട, ഇത് അഡ്വാൻസ് ആയി തൊട്ടിലിട്ടു. എന്തൊരു കൗമുകൾ ആലോചിക്കും. ഇത് ചിന്തിക്കാനും പറഞ്ഞു കൊടുക്കാനും ഒന്നും ഇല്ലല്ലോ. അറിയാത്തോണ്ടല്ല, കുറെ എണ്ണം ചൂഷണാണ്. അതിനെ നമ്മളെ ഈ കൗമനെ മുക്തമാക്കി കൊണ്ടുവന്നാൽ മതി. അൽഹംദുലില്ലാഹ് നല്ല മാറ്റം. നമ്മൾ വിചാരിക്കുന്ന മാതിരില്ല, നല്ല മാറ്റം. നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും വിജയ പ്രസ്ഥാനം പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പോൾ ആൾക്കാർ എങ്ങനെ അതിലേക്ക് വരുമോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ടൗണിലെ പള്ളികൾ പരിശോധിച്ചു നോക്കി. ആ പള്ളികളിൽ ജുമഅക്ക് വരുന്ന മനുഷ്യന്മാരിൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്ത്, ഇപ്പൊ നമ്മളെ കേരളത്തിന്റെ പള്ളിയായിട്ട് വിളി, ആ പള്ളിയിൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരുണ്ടാവും. ഇനിയിപ്പം 3 മുജാഹിദും കൂട്ടിക്കോളി, തൽക്കാലം അങ്ങനെ വെക്കുക. ഈ 3 കൂടി കൂട്ടിയ മുജാഹിദ് അതിനകത്ത് ഉണ്ടാവും. ബാക്കി ഭൂരിപക്ഷം അല്ലാത്തവരല്ലേ. ഇത് കേൾക്കണം എന്ന് ആഗ്രഹിക്കണോലാണ്. നമ്മൾ ഇത്ര ആൾക്കാർ മെമ്പർഷിപ്പ് എടുത്ത് വലുതാക്കാന്നല്ലല്ലോ നമ്മളെ ഏറ്റവും സംഗതി ഒന്നും. അതൊക്കെ അതിന്റെ സൗകര്യം മറ്റു കാര്യങ്ങളല്ലേ. നമ്മുടെ അടിസ്ഥാനപരമായ സംഗതി അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, അല്ലെങ്കിൽ ഇപ്പൊ വരാനുള്ള മറ്റന്നാൾ വെള്ളിയാഴ്ച വെച്ചോളൂ,
ഈ മറ്റന്നാൾ വെള്ളിയാഴ്ച കേരളത്തിൽ എത്ര മനുഷ്യന്മാർക്ക് ഹിദായത്ത് കിട്ടാൻ കഴിയും? നേരത്തെ ഉമർ പോലെ ആ ഖുത്ബയേക്കാമെന്ന മനുഷ്യന്റെ കഥ പറഞ്ഞില്ലേ? ഇതേപോലെ ഓരോ വെള്ളിയാഴ്ച നടക്കണില്ലേ? എത്ര വലിയ വിപ്ലവാണിത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ നിലയ്ക്ക് നമ്മൾ ഈ സമൂഹത്തിന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ സന്താനമില്ലാതെ വിഷമിച്ച പ്രയാസപ്പെട്ട ആ സമയത്ത് അദ്ദേഹം ഒരു മഖാമിൽ പോയില്ല, ഒരു നബിയെയും വിളിച്ചില്ല. അദ്ദേഹം വിളിച്ചു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ സ്വാലിഹായ സന്താനത്തെ തരണേ. നമ്മുടെ നാട്ടിൽ സന്താനിലെ കല്യാണം കഴിഞ്ഞ് 5, 8, 10 കൊല്ലം കഴിഞ്ഞ് 10, 15 കൊല്ലം കഴിഞ്ഞ് കുട്ടികളില്ല. പിന്നെ ഒരു ട്രീറ്റ്മെന്റ് IVF മറ്റു പുതിയ സാങ്കേതിക വിദ്യയിലെ പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ തന്നിട്ടുമില്ല. എന്നിട്ട് ഈ മനുഷ്യന്മാർ പോവാണ് ഇന്ന മക്കാമിൽ, ഇന്ന ജാറത്തുകളിൽ, ഇന്നോടത്ത് പോവാണ് അല്ലേ? ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത പോലെ അള്ളാഹുവോടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മൾ ഈ സമൂഹത്തിൽ പറഞ്ഞത്. ഇതേ കേസിൽ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം സന്താനമില്ലാതെ കുറെ പ്രയാസപ്പെട്ടു. അദ്ദേഹത്തിന് വിഷമം അദ്ദേഹം പറയുന്ന രംഗുണ്ട് സൂറത്തു മറിയമിന്റെ തുടക്കത്തിൽ. എന്താണെന്നറിയോ? അദ്ദേഹം രഹസ്യമായിട്ട് റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കാണ്, എന്ത്? അല്ലാഹുവേ, റബ്ബി ഇന്നി വഹനൽ അദമു മിന്നി, എന്റെ എല്ലുകൾ ദുർബലമായിട്ടുണ്ട്, വാർദ്ധക്യമാണ്. വസ്തഅല റഅസു ശൈബ, നര കൊണ്ട് എന്റെ മുടിയെല്ലാം തിളങ്ങുന്നുണ്ട് അല്ലാഹ്. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും വലം അകും ബിദുആഇക റബ്ബി ശഖിയ, അല്ലാഹുവേ നിന്നുള്ള പ്രാർത്ഥനയിൽ ഞാൻ ദൗർഭാഗ്യവാനല്ല. ആ സന്താനമില്ലാതെ വിഷമിച്ച അദ്ദേഹത്തിന് ആ സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്തത് മുമ്പ് കഴിഞ്ഞു പോയ നൂഹ് നബിയോട് ചോദിച്ചേക്കല്ല, ഇദ്രീസ് നബിയോട് പ്രാർത്ഥിച്ചേക്കല്ല, ആദം നബിയോട് ഇസ്തിഗാസ ചെയ്തേക്കല്ല, അത് അല്ലാഹുവാണ് നടത്തിയത്. ഇതാണ് നമ്മൾ ഈ സമൂഹത്തോട് പറഞ്ഞത്. ഞാൻ പറയുന്നത് നമ്മൾ ഏറ്റെടുക്കുക, എന്നിട്ട് എത്തിയിട്ടില്ലാത്ത ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. ആ മനുഷ്യന്മാർക്ക് സന്ദേശം കിട്ടാതെയാണ് മരിച്ചു പോണെങ്കിൽ പറഞ്ഞല്ലോ, ആ മനുഷ്യർക്ക് അത് പൊറുക്കപ്പെടില്ല. ആ മനുഷ്യർ ഒരിക്കലും സ്വർഗത്ത് പ്രവേശിക്കൂല. ഇനി ആ മനുഷ്യന്റെ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കൂല. സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്ത് അല്ലാഹ് പറയുന്നുണ്ടതിൽ എന്ത്? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, നബിയേ താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാർക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, നബിയേ താങ്കൾ ശിർക്ക് ചെയ്താൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോകും, നഷ്ടക്കാരിൽപ്പെട്ടു പോകും. മുമ്പ് കഴിഞ്ഞ ഓരോ നിയമങ്ങളും പറഞ്ഞു, നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമൽ എന്താവും? നഷ്ടപ്പെട്ടു പോകും, പൊളിഞ്ഞു പോകും. നമ്മൾ ചെയ്താലോ, നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർ ചെയ്താലോ അവരുടെ അമല് പൊളിഞ്ഞു പോകും. ഒരു അമലില്ല പരലോകത്തെത്തിയ അവന്റെ കഥ എന്താ? സ്വർഗത്ത് പോലുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ആ ശിർക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇത്ര ഗൗരവം ആ ശിർക്കിനുള്ളത് കൊണ്ടാണ് തൗഹീദിന്റെ മഹത്വം, പ്രാധാന്യം വർദ്ധിക്കുന്നത്. അതാണ് തൗഹീദാണ് പ്രധാനം എന്ന ഈ ക്യാപ്ഷനിൽ നാം സംസാരിക്കാറുള്ളത്. ഈ ജംഇയ്യത്തിന്റെ സമ്മേളനത്തിന്റെ 1-ാം ഭാഗം അതാണ്. ഇനി അതിന്റെ അടുത്ത ഭാഗം സുന്നത്താണ് നിദാനം എന്നതാണ്. എന്നാൽ നമ്മുടെ അടിസ്ഥാനം അതാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോ മതകാര്യങ്ങൾ ചെയ്യുമ്പോ എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്? തോന്നിയമാതിരി ചെയ്യാൻ പറ്റുമോ? ആണെങ്കിൽ പിന്നെ അല്ലാഹ് അയക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് തോന്നിയായിരിക്കും ഞാൻ ചെയ്യാം, നിങ്ങൾക്ക് ഓരോന്ന് തോന്നി നിങ്ങളും ചെയ്യാം. അത് നമ്മൾ ദുനിയാവിന്റെ വിഷയത്തിൽ ചെയ്യാം, ഏത് വിരോധിക്കപ്പെടാത്തൊക്കെ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഒരാൾ ചിന്തിക്കാണ്, ഒരു ജ്യൂസ് കുടിക്കണം. എന്ത് ജ്യൂസ് കുടിക്കും? മറ്റേ ജ്യൂസ് അല്ലേ സാധാ ജ്യൂസ്. അതായത് നമുക്ക് ജ്യൂസ് കുടിക്കണം. അപ്പൊ ഗുൾബാറൊക്കെ ഏതപ്പോ ജ്യൂസ്? അപ്പൊ ഇങ്ങനെ ആലോചിക്കും, റസൂൽ പേരാ കുടിച്ചേ, അത് ജ്യൂസ് ഉണ്ടോ? ആലോചിച്ച് അങ്ങനെ ആലോചിച്ചിരിക്കാൻ ജ്യൂസ് കിട്ടുവരെ. ഇവര് ഷെയ്ഖ് അപ്പൊ അത് റസൂൽ വിളിച്ചിട്ടുണ്ടോ? ഷെയ്ഖ് വേറെ അല്ലേ? അവിടെ എന്താ വിഷയം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനായി പഠിപ്പിച്ച കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം.
ദുനിയാവിന്റെ വിഷയങ്ങൾ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓപ്ഷൻ, നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ചെയർ വാങ്ങണം. അപ്പോൾ ആലോചിക്കണം, റസൂലിന്റെ പേര് ചെയർ വാങ്ങിയത് മരാണോ, പ്ലാസ്റ്റിക് ആണോ, ഫൈബറാണോ, ഇരുമ്പാണോ കിട്ടോ? ഏത് വിരോധിക്കപ്പെടാത്തൊക്കെ ഉപയോഗിക്കാം. രാവിലെ പന്ത കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് റസൂൽ പന്ത കഴിച്ചിട്ടുണ്ടാകുക, ഓട്ടാടെ വെറുതെ ഉണ്ടോ അറിയില്ല, പത്തനോ എന്തൊക്കെ അവിടെ വല്ല ടയർ അള്ളാഹു പറയും. ടയറൊക്കെ ചില റെക്കോർഡൊക്കെ ടയറൊക്കെ പഠിച്ച റബ്ബേ മുഴുവനൊക്കെ പെട്ട പാടേ ആട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഓരോരുത്തരുണ്ടാവും. പത്തിരി ഉണ്ടാവും. റസൂൽ പേരെന്ന് വെച്ചാൽ അവിടെ നോക്കേണ്ട ആവശ്യമില്ല. വിരോധിക്കപ്പെടാത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കഴിക്കാം. ഫ്രൂട്ട്സ് നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ഫ്രൂട്ട്സ് റസൂൽ കഴിച്ചിട്ടുണ്ടാവും. മാങ്ങ റസൂൽ കഴിച്ചിട്ടുണ്ടാവും. ചക്ക കണ്ടുണ്ടാവും. നമ്മൾ പൈനാപ്പിൾ കേട്ടിട്ടുണ്ടാവും. എന്തല്ല അപ്പൊ അത് തിന്നാൻ പറ്റുമെന്ന് വെച്ചാൽ, പൈനാപ്പിൾ തിന്നാൻ പറ്റുമോ വെച്ചാൽ, ചക്ക തിന്നാൻ പറ്റുമോ വെച്ചാൽ, ആയത്തുണ്ടോ ഹദീസുണ്ടോ അവിടെ നോക്കേണ്ട ആവശ്യമില്ല. വിരോധിക്കപ്പെട്ടതിൽ ഇത് വരുമോ ഇല്ലേ അതേ നോക്കുള്ളൂ. ഒരു എന്തോ ഡ്രിങ്ക്സ് നമ്മൾ മുമ്പിൽ കിട്ടി കുടിക്കാനുള്ള, അപ്പൊ അത് റസൂൽ കുടിച്ചിട്ടില്ലേ അവിടെ നോക്കണ്ട ഇല്ല. അവിടെ എന്തേ നോക്കണുള്ളൂ, വിരോധിക്കപ്പെട്ടതിൽ അത് വരുമോ, ലഹരി ഉണ്ടാക്കുമോ ഇല്ല, മോഷ്ടിച്ചതാണോ, അങ്ങനെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ആ മാനദണ്ഡത്തിൽ അതിൽ പെടൂലേ കുടിക്കാം. ദീനോ നമ്മൾ ദുനിയാവിന്റെ വിഷയം. ദീനോ ഈസാ നബിയുടെ ജന്മദിനം കഴിക്കരുത് എന്ന് റസൂൽ പറഞ്ഞില്ല. അപ്പൊ കഴിക്കാൻ പറ്റൂല. അത് വ്യത്യാസം. അതാണ് രണ്ടാണ്, രണ്ട് ഹുക്കുമാണ്. നബിദിനാഘോഷം നബിശ്വാസം നടത്തിയിട്ടില്ല, എന്നാലും നല്ലതല്ലേ, കഴിക്കരുത് എന്ന് പറഞ്ഞില്ലല്ലോ, പറയാൻ പറ്റൂല. കാരണം എന്താ, ദീനീ വിഷയത്തിൽ അസ്ലിയായ നിയമം എന്ന് വെച്ചാൽ ചെയ്യരുത്, തെളിവുണ്ടോ അത് ചെയ്യുക. ദുനിയാവിന്റെ വിഷയത്തിലോ ചെയ്തോളി, വിരോധവും വിലക്കുല്യം ഒക്കെ ചെയ്തോളി. നമ്മൾ വാഹനം എടുക്കുക, കാർ എടുക്കുക, അല്ലെങ്കിൽ ബൈക്ക് എടുക്കുക. റസൂൽ കാറിൽ പോയിണോ, ബൈക്കിൽ പോയിണോ? ഇല്ല. അന്നതില്ലല്ലോ. മൊബൈൽ ഉപയോഗിച്ചണോ? ഇല്ലല്ലോ, അന്നതില്ലല്ലോ. അപ്പൊ ഇത് വിരോധിക്കപ്പെട്ടതാണോ? പറ്റൂല. വിരോധിക്കപ്പെട്ടില്ലേ? ദുനിയാവിനെ ഉപയോഗിക്കാം. പള്ളി പോലും, പള്ളിന്റെ സൗകര്യം പോലും, അന്ന് AC ഉണ്ടോ പള്ളിക്ക്? നമ്മളെ AC അല്ലേ അല്ലേ? നല്ല തണുപ്പല്ലേ? അവിടുത്തെ AC ആകെ ചൂട് നീക്കട്ടെ ഫുള്ളാക്കണ്ടേ? AC ആകെ ചൂട്, ആ ജാതിയല്ല AC. നമ്മളതോ ആകെ ചൂട് AC മനസ്സിലായില്ലേ? അതാണ് ഇന്നത്തെ. അപ്പൊ ഒരാളെന്ന് പറയാ AC പള്ളി പറ്റില്ല, റസൂൽ നമ്മൾ ഇന്നത്തെ മാതിരി മിനാരം അന്നൊക്കെ പള്ളി പിൽക്കാലത്ത് ഒന്നല്ലേ പറ്റും. മിനാരം ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മിനാറിലെ പള്ളിക്ക് പ്രത്യേകിച്ച് കൂലിയൊന്നുമില്ല. ഉള്ളതിനും ഇല്ലാത്തവർക്ക് അറിയാൻ കൂലിയാണ്. അത് പള്ളിയെന്ന് അടയാളാണ്, അറിയുള്ളൂ. മനസ്സിലല്ലേ? മൈക്കുള്ള പള്ളി അല്ലെങ്കിൽ പിന്നെ മൈക്കില്ലാത്ത പള്ളി കൂലിയിൽ വ്യത്യാസം ഉണ്ടോ? അല്ലെ, മൈക്കുണ്ടായ എല്ലാവർക്കും കുറച്ച് ആൾക്കാർ കൂടി കേൾക്കാം. ഇതാണ് സൗകര്യമാണ്. ഇതാണ്. അപ്പൊ അസ്ലി എന്താ വെച്ചാൽ ദീനീ വിഷയത്തിൽ ദീനീ വിഷയമാണോ തെളിവ് വേണം ചെയ്യാൻ. പള്ളി കയറി 2 തഹിയ്യത്ത് നമ്മൾ നിസ്കരിക്കാൻ. കാരണം എന്താ, പള്ളിയല്ലേ കിടക്കട്ടെ എഴുതിയിട്ടല്ല. അത് 2 നിസ്കരിക്കാൻ തെളിവുണ്ട് അവിടെ. ബാങ്കിന് ശേഷം സ്വലാത്ത് ഇവിടെ ചൊല്ലുന്നുണ്ട്. എന്താ കാരണം, തെളിവുണ്ടതിന്. ഇതേപോലെ ദീനീ വിഷയമാണോ ചെയ്യാൻ തെളിവ് വേണം. അതുകൊണ്ടാണ് നബിദിന ആഘോഷത്തിൽ തെളിവുണ്ടോ നമ്മൾ ചോദിക്കണത്. എന്തിനാ തെളിവ് ചോദിക്കണത്? ചോദിക്കാൻ കാരണം എന്താ, തെളിവില്ലാത്തോണ്ടാണ്. മരിച്ചോടത്ത് ഖുർആനോ അത് തെളിവുണ്ടോ നമ്മൾ ചോദിക്കണം. അതുപോലെ ചോദിക്കുക അതിനിപ്പോ തെളിവാണോ, അതിന്റെ അർത്ഥം എന്താ, തെളിവില്ല. എന്നാ നമ്മൾ തിരിച്ചു ചോദിച്ചു നോക്കാം, അല്ല മയ്യത്ത് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയില്ല ഉണ്ട് അറിയില്ല. കാരണം അതിന് തെളിവുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് എല്ലാം തെളിവുണ്ടോ ഇത് നമ്മളോട് ചോദിച്ചാൽ ഉണ്ട്. ഹദീസിന് പറയും, ആയത്തും പറയും, ഹദീസും പറയും. തെളിവുണ്ട്, അവിടെ സ്വലാത്ത് ചെല്ലുണ്ട്. എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കാൻ തെളിവുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചാലോ അപ്പൊ തെളിവാണോ? റസൂലുള്ളാഹി സ്വയം വേണ്ടയാണ്. അതിന്റെ അർത്ഥം എന്താ, ഇല്ലാത്തതുകൊണ്ടാണ്. തരാൻ പൂതിയായിട്ടല്ല, തെളിവ് തരാൻ പൂതി. അവരൊക്കെ പൂതിയത്തിലേക്ക് ഇറന്ന് ആലോചിക്കല്. ഓരോ റബീഉൽ വരുമ്പോ അല്ലെ ഇടങ്ങേറത്ര, ലേറ്റൊക്കെ കത്തുണ്ടാവും, സംഭവമൊക്കെ ചെയ്യാ. പക്ഷെ മൂല്യമായ ഇടങ്ങേറത്ര. തെളിവ് മനുഷ്യൻ ചോദിച്ചാൽ മഹലിൽ ഒരാൾ ചോദിക്കണേ. നമ്മളെന്തൊരു കഴിഞ്ഞ നിബന്ധന പങ്കെടുത്ത ആളേക്കാരം ഇക്കൊല്ലം നിബന്ധന, അടുത്ത നിബന്ധനം വരുന്ന സമയത്ത് ഇവ ഗൾഫിൽ അല്ലെങ്കിൽ നമ്മൾ നാട്ടിലൂടെ പ്രസവം കേട്ട് വന്നിട്ട് ഒരു ചോദ്യം, അത് സ്ട്രൈക്ക് ചെയ്ത ചോദ്യമാണ്. അതിന് നിമിത്തമായി നമ്മളെ വിചാരിച്ചോളി. എന്താ ചോദ്യം? നബിദിനാഘോഷം ഒരു ദീനീയായ കാര്യമായിട്ടാണല്ലോ ചെയ്യുന്നത്.
അപ്പൊ ദീനിയായ കാര്യത്തിന് ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് അത് ദീനി വിഷയമാണല്ലോ. അപ്പൊ അതിന് തെളിവ് വേണം. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ തെളിവുണ്ട്. മൻ സ്വല്ല അലൈഹി വാഹിദ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ തെളിവുണ്ട്. ഇതേപോലെ നബിദിന ആഘോഷങ്ങൾ ദീനിയായിട്ടാണല്ലോ ചെയ്യണത്. അപ്പൊ അതിന് തെളിവ് വേണ്ടേ? ഇവരെ സ്ട്രൈക്ക് ചെയ്തു. നമ്മൾ അയച്ചു കൊടുത്ത ലിങ്കിലാവും കേട്ടത്, നമ്മൾ അയച്ചു കൊടുത്ത ചെറിയ പ്രസംഗം ഒരു ക്ലിപ്പിംഗിലാവോ കേട്ടത്. ഇതോടെ സ്ട്രൈക്ക് ചെയ്തു. ഇവൻ ഉസ്താദോട് ചോദിച്ചു, ഉസ്താദെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്തുൽ ദീനല്ലേ? ആണ്. അവിടുത്തെ റബീഉൽ അവ്വലിലെ ആഘോഷം നടത്തുന്ന ദീനല്ലേ? ഉസ്താദ് അവന്റെ കൂപ്പർവാശി ആണ്. എന്നാ സ്വലാത്തെല്ലാം തെളിവുണ്ടോ ഉസ്താദെ? തെളിവുണ്ട്. ഓക്കെ, എന്നാ ഉസ്താദെ നബിദിനാഘോഷം അപ്പൊ തെളിവാണല്ലോ. തെളിവെന്താ? ജ്വരം വയതാക്കാൻ പോയി ചോദിച്ചു. പിന്നെ അപ്പൊ തന്നെ കത്തി. നിങ്ങൾ ചിന്തിച്ചു നോക്കി, കഴിഞ്ഞ കൊല്ലം റബീഉൽ പങ്കെടുത്ത എല്ലാ മനുഷ്യന്മാരും അടുത്തേനുണ്ടാവില്ലല്ലോ. എല്ലാരും മരിച്ചു വിട്ടല്ല, കുറെ ആൾക്കാർ കുട്ടിക്കാണ്. അത് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു രംഗത്ത് നമ്മളെ ഇടപെടും. നമ്മൾ ഇത് ഇത്ര ഇതുള്ളൂ. ദീനീ വിഷയമാണോ? തെളിവ് വേണം. പള്ളിക്കര തയ്യസ്കരിക്കാൻ തെളിവുണ്ട്. അതുകൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കണം. എന്താ? ദീനി വിഷയ തെളിവുണ്ട്. മയ്യത്ത് കഫൻ ചെയ്യുന്നു, ദീനി വിഷയ തെളിവുണ്ട്. മയ്യത്ത് നിസ്കാരം ദീനി വിഷയ തെളിവുണ്ട്. ഇതേപോലെ മരിച്ചോട്ട് ഖുർആൻ ഓതാൻ തെളിവില്ല. അപ്പൊ നമ്മൾ പറയും, നമ്മളെ കൗമ പറയുന്നത് എന്നാലും ഖുർആനല്ലേ ഇപ്പൊ നല്ലതല്ലേ, ബാങ്ക് കൊടുത്തൂടെ മരിച്ചോടുത്ത്? ബാങ്ക് എന്താ മോശ? അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് കേട്ട പിശാചി വരണ്ടു കൊടുക്കും. ഒരാൾ മരിച്ചു, മുപ്പര മക്കൾ ഇങ്ങനെ ആലോചിക്കണം, എന്റെ വാപ്പ മരിച്ചു കൊടുത്തപ്പോ പിശാചൊന്നും നിൽക്കണ്ട, ഓലിങ്ങി എന്നിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പൊ മുജാഹിദ് പോലെയും സുന്നി മുസ്ലിയാരും സമസ്ത മുസ്ലിയാരും വന്നിട്ട് ചോദിക്കും, എന്ത് പണികൾ ചെയ്യുന്നത്? ബാങ്ക് ഇസ്ലാമില്ല. ബാങ്ക് ഇസ്ലാം പക്ഷെ അവിടെ ഇല്ല. ഓരോന്നോരോ സ്ഥാനല്ലേ, നമുക്ക് അത്ര അടിക്കാം, പക്ഷെ ചപ്പാത്തിക്ക് അടിക്കാൻ പറ്റും. ഡ്രസ്സ് ചുളിഞ്ഞ സ്ഥിരിടും, പക്ഷെ വല്യമാന്റെ മൂത്തിടാൻ പറ്റും. ഓരോന്നോരോ സ്ഥാനല്ലേ. എന്ന മാതിരി ബാങ്ക് നല്ല, പക്ഷെ മരിച്ചു കൊടുത്തില്ല. യാസീൻ ഖുർആൻ നല്ലതാ, മരിച്ചു കൊടുത്തില്ല. അയച്ചു കൊടുത്തൊരു യാസീന് മരിച്ചു കൊടുത്ത ഖുർആൻ സ്പെഷ്യല് ഉണ്ടാക്കണേ തെളിവാണോ? ദീനി വിഷയ. അപ്പൊ നമ്മൾ ഈ പോയിന്റ് മനസ്സിലാക്കുക. എന്താണ്? ദീനി വിഷയമാണോ ചെയ്യാൻ തെളിവ് വേണം. പഠിച്ചു പോയിക്കൊള്ളിട്ടോ. ദീനി വിഷയമാണോ ചെയ്യാൻ തെളിവ് വേണം. ദുന്യവിയ വിഷയമാണോ വിരോധമില്ലാതെ നമുക്ക് ചെയ്യാം. ഈ നബിദിനാഘോഷം ദീനി വിഷയല്ലേ? അപ്പൊ ഇത് തെളിവാണ്. മരിച്ചോന്ന് ഖുർആൻ ദീനി വിഷയമായിട്ടല്ലേ? അപ്പൊ തെളിവാണ്. തെളിവുണ്ടോ? ഇല്ല. മയ്യത്തോട് നിൽക്കണല്ലേ? എന്താ പറയല്? ആൾക്കാരെ വർത്താനം ഒഴിവാക്കാന് ചെയ്യാം. അത് ശരി, വർത്താനം മയ്യത്തുണ്ടാവുമ്പോ വർത്താനം ഒഴിവാക്കാൻ ആരാന്നില്ല. നല്ല സൊല്യൂഷനാണ്. നിങ്ങൾ അറിയിപ്പോ ജുമാന്റെ ഇടയിൽ ഖത്തീബ് സദസ്സിനോട് സംസാരിക്കുക, സദസ്യന് മിണ്ടാൻ പാടില്ല എന്നാണ്. അവിടെ മിണ്ടാൻ പാടില്ല. വർത്താനം പറഞ്ഞോണ്ട് പോലും വർത്താനം പറയരുത് എന്ന് പറയുന്നത്. വർത്താനം പറഞ്ഞൊക്കെ രണ്ടാൾക്കാരോട് മറ്റേ ആള് വിടലി എന്ന് പറയാൻ പാടില്ല. പറഞ്ഞ ഓരോ ജുമ വരെ വാത്തിലായി. അത്ര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഒരു പള്ളിക്ക് വരെ കുത്തുമ്പോ ആൾക്കാർക്ക് തിരിയില്ലല്ലോ. അപ്പൊ കുറച്ച് ആൾക്കാർ ചെക്കന്മാരെ നിങ്ങൾ വർത്താനം പറയാം. ഞങ്ങൾ മൂലരോടെ കുത്തുമ്പോ നാട്ടുകാരൊക്കെ വർത്താനം പറഞ്ഞു ഒഴിവാക്കാൻ ഇതെന്ത് സൊല്യൂഷനാ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മളാ വിഷയം മനസ്സിലാക്കിയവരാണ്. എന്തുകൊണ്ട് ചോദിച്ചാൽ കീർത്തിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ, സിമ്പിളായി പറഞ്ഞു കൊടുത്താല് അപ്പൊ ഒരു പക്ഷെ മാറി പിന്നത്തെ വരെ മനസ്സിലുണ്ടാവും. അടുത്ത കൊല്ലത്തെ റബീഉൽ അവ്വൽ പിരിവിന് വരുമ്പോൾ പറയും നിൽക്കട്ടോ, അങ്ങനെ സ്റ്റാൻഡ് എടുക്കും. ഓര് സ്റ്റാൻഡ് എടുത്ത് ഇവിടെ പുറത്ത് വന്ന് മെമ്പർഷിപ്പ് വെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അത് പിന്നെ ഓർക്കും തോന്നും, പിന്നെ കുറച്ച് പഠിച്ചോനെ ഇത് ഈ സംഘത്ത് നമ്മൾ ചേരേണ്ടതാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ആ രംഗത്ത് പ്രവർത്തിക്കും. ആ രംഗത്ത് ആൾക്കാരുണ്ടാവും. അങ്ങനെയാണ് ഈ സംവിധാനത്തിൽ കൂടുന്നത്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കാൻ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ആ സുന്നത്താണ് നിദാനം എന്ന് പറഞ്ഞാൽ. സുന്നത്താണ് നമ്മളെ ആ ഒരു ബേസ്, അടിസ്ഥാനം. അതാണ് നമ്മുടെ ആധാരം. അതാണ് ആ നിദാനത്തിലുള്ള നമ്മുടെ അർത്ഥം. അതാണ് എൻ്റെ ആധാരം. ആ നിലക്ക് വളരെ കൃത്യമായിട്ട് ഈ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കുക. വിദേഹത്തോടെ പോയാൽ, മരിച്ചു പോയാൽ ആ മനുഷ്യന് ശിക്ഷയുണ്ട്. ഹൗദുൽ കൗസിന്റെ അരികെന്ന് റസൂലുള്ളാഹിനെ ആട്ടി കൊടുക്കും. അതൊരു വലിയ അനുഗ്രഹമാണ്. ഹൗദുൽ കൗസിന് വെള്ളം മുക്കി കൊടുക്കാനല്ലേ, അതൊരു വലിയ അനുഗ്രഹമാണ്. അവിടെ നാട്ടും ദൂരെ പോ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി ആട്ടി ഓടിക്കും. അതില് നമ്മൾ ഉണ്ടാകരുത്
അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടവരാണ്. നമ്മുടെ കുടുംബം ഉണ്ടാകും. ഇവിടെ ഒരുമിച്ച് കൂടിയ ആൾക്കാർ പറയാനുള്ളത്, നേരത്തെ കൈബന്ധിച്ച ആൾക്കാരുണ്ടല്ലോ, അവരെ അല്ലാത്ത ആൾക്കാരോട് പറയാനുള്ളത്, നമ്മുടെ കുടുംബത്തിലെ പല ആൾക്കാർ ഇപ്പോഴും ഈ അവസ്ഥയുണ്ടാവും. നമ്മൾ ബോധപൂർവ്വം സ്നേഹത്തോടെ ഇടപെടണം. സഹോദരിമാരെ, നിങ്ങളെ പല നാടും ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് ആ സിസ്റ്ററിനല്ല ഇവിടെ മറ്റേ കോഴിക്കോട് സൈഡിൻ്റെ അവിടെ നാലുതാരി ആലോചിക്കാതെ പറഞ്ഞാൽ ഞാൻ പോയി. അപ്പൊ അങ്ങനെ വേറെ സ്ഥലത്ത് കല്യാണം കഴിച്ച് കൊടുത്തേക്കാരം. അങ്ങനെയാണ് ഇപ്പൊ നിങ്ങളെ ഉപ്പ ഉണ്ടെങ്കിൽ ഉപ്പയുടെ, ഉമ്മയുടെ, നിങ്ങളുടെ ആങ്ങളമാരുടെ, നിങ്ങളുടെ സഹോദരിമാരുടെ, നാത്തൂമാരുടെ ഒക്കെ വിശ്വാസത്തിന്റെ അവസ്ഥ എന്താണ്? അവരോട് നമുക്ക് സ്നേഹമുണ്ട്, അവർ സ്വർഗത്ത് പോകണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് യോഗ്യത ഇല്ലെങ്കിൽ നടക്കൂല. അതുകൊണ്ട് ബോധപൂർവ്വം ഒന്ന് സ്നേഹത്തോടെ ഇടപെടാം. അവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. എത്തിച്ച് തന്നില്ലല്ലോ എന്നുള്ളതിന്റെ പേരിൽ നമുക്ക് പരലോകത്ത് പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ ഓർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. നമ്മൾ പലതും ദ്വാരക്കല്ലേ, അവർക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. മനസ്സറിഞ്ഞിട്ട് നമ്മളെ പല വിഷയത്തും ദുആ ചെയ്യും. ഒരു അസുഖമോ പ്രശ്നം ഉണ്ടെങ്കിൽ ദുആ ചെയ്യൂലേ, അതുപോലെ തന്നെ വേറെ അങ്ങനെ പല സംഗതി ദുആ ചെയ്യും. അതേപോലെ വളരെ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് പഠിച്ചറപ്പെ അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യും. മാറിയേക്കാം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരെ ഇനി പണ്ട് മാറിയില്ലേ? ഇതൊക്കെ ചരിത്രം വെറുതെയാണ്. അതുകൊണ്ട് നമ്മളും ആത്മാർത്ഥമായിട്ട് രംഗത്ത് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞിടത്തുനിന്ന് അവസാനിപ്പിക്കാൻ അവിടെ പറഞ്ഞു, ഏത് സമയത്തും നമ്മൾ ഈ ലോകത്തോട് യാത്ര പറയാം. നമ്മൾ മരിച്ച ശേഷം ഉണ്ടാകുന്ന ശേഷിപ്പുകൾ ഇതാണ്. നമ്മുടെ കുടുംബത്തിലും ആ ഒരവസ്ഥ ഉണ്ടാകും. കുടുംബത്തിലും ഈ ഒരു സെറ്റപ്പ് ഉണ്ടാകും. കുടുംബത്തിൽ മക്കൾക്കൊക്കെ പ്രത്യേകിച്ചും ഈ തൗഹീദിന്റെ സന്ദേശം കൊടുക്കണം. അവരെ നമ്മൾ ഇതിന്റെ ഭാഗവക്കാക്കണം. നമ്മുടെ മക്കളെ ഇപ്പൊ ഇതുപോലുള്ള സംഗമങ്ങൾ ഉണ്ടാവും, മക്കളെയും കൂടി കൂട്ടി കൊണ്ടുവരണം. ഈ സംഗമം കഴിഞ്ഞിട്ട് മക്കളോട് ചോദിക്കണം, പ്രത്യേകിച്ച് ISMന്റെ MSMന്റെ ഒക്കെ പ്രായത്തിലുള്ള മക്കളുണ്ടോ, ചോദിക്കണം, മോനെ ഇങ്ങനെ പ്രോഗ്രാം നടന്നല്ലോ, നിന്റെ റോൾ എന്തായിരുന്നു? ഈ നാട്ടിൽ നടക്കുന്ന ISMന്റെ പ്രവർത്തനത്തിൽ നിന്റെ പങ്കാളിത്തം എന്താണ്? ഓരോരുത്തരും ആ പ്രായത്തിൽ മക്കളോട് ചോദിക്കണം, ഉറപ്പ് വരുത്തണം. നാട്ടിൽ അന്ധവിശ്വാസം നടക്കുകയാണ്. ഇപ്പൊ CM മടവൂരിന്റെ പേരിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാക്കുന്നത്, ഇനി എന്താ പറയാൻ ബാക്കി? കറാമത്തിന്റെ പേരിൽ എന്തെല്ലാം കത്തിച്ച് വിടുകയാണ്. അൽഹംദുലില്ലാഹ് വലിയ മാറ്റമുണ്ട്, ചെറിയ മാറ്റമല്ല. പേരോട് മുസ്ലിയാരെപ്പോൾ ആൾക്കാരൊക്കെ കുറെ മാറി. ഇപ്പോ മൊയ്തീ ഷേഖിനെ സഹായിച്ചു, രോഗം മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല. അത് അദബ് കേടാന്ന് പറഞ്ഞു എത്തി വരും. ഈ മൊയ്തീ ഷേഖ് ആക്കണെന്ന് പറഞ്ഞാൽ അദബ് കേടാന്ന് കൂടി പറഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ കുറെ അവിടെത്തി. വലിയ മാറ്റമുണ്ട്. അതുപോലെ എല്ലാ കറാമത്തിന്റെ കഥ പറയാൻ പാടില്ല. ഞങ്ങള് മനുഷ്യന്റെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ പറഞ്ഞാൽ മതി. ശരിക്കുള്ള കറാമത്തിന്റെ യുക്തിന്റെ അപ്പുറത്താണ്. അപ്പം ഈ അസ്ഹാബുൽ കഹ്ഫ് 300 നൂറ്റാണ്ടിലേറെ ഒരു ഗുഹയിൽ അന്ന് ഉറക്കിക്കെടുത്തി. ഇത് യുക്തി കൊണ്ട് ആലോചിച്ചാൽ കിട്ടുക. നമുക്കിപ്പോ എത്ര ഉറക്കം വന്നാലും എത്ര നേരം ഉറങ്ങും എന്നാലോചിക്കുകയാണെങ്കിൽ വലിയ ഉറക്കം വന്ന് ഇങ്ങനെ ഇപ്പോഴും ചിലപ്പോൾ വീണ ആൾക്കാരുണ്ടാവും. ഇവിടെ ഇല്ലേ അല്ലേ? ഈ ആളെ കൊണ്ടെടുത്ത് പോയി ഉറക്കുക, സൗകര്യമൊക്കെ ചെയ്തിട്ട് ലേശം കിട്ടും ഉറക്കി എത്ര നേരം ഉറങ്ങും? ഒരു 5-8 മണിക്കൂർ കഴിഞ്ഞാൽ തിരിഞ്ഞ് അല്ലേ, പിന്നെ ഉറങ്ങിക്കോ, നിസ്കാരം കഴിഞ്ഞ് ഇഞ്ഞു ഉറങ്ങിക്കോ, എത്ര ഉറങ്ങും? പിന്നെ 2-3 മണിക്കൂർ ഉറങ്ങി വെച്ചിട്ട് പിന്നെ കഴിയൂല. ഇത് 300 കൊല്ലാണ്, അതിലേറെയാണ്. അത് ഏത് യുക്തിയോട് ആലോചിച്ചാൽ കിട്ടുക? അപ്പോ ഇവര് പറയാൻ തുടങ്ങി, യുക്തിക്ക് യോജിക്കുന്നത് പറയാൻ പറയാൻ കാരണം അറിയോ? പിന്നെ ഈ CM-നെ പറ്റി ഇങ്ങനെ പറഞ്ഞ് കുറെ സംഗതി പറഞ്ഞ കൂട്ടത്തില് കുറെ കഥ എന്തൊക്കെയാണെന്നറിയോ? ഞാൻ നേരല്ല അവസാനിപ്പിക്കണം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു കഥ എന്താ വെച്ചാല്, കുറച്ച് ആൾക്കാർ നമ്മളെ കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോവാം. കപ്പല്ല, പഴയകാലത്ത് ഹജ്ജിന് കൂടെ കപ്പല്ല. അത് പോയി ഇങ്ങനെ കുറെ നടുക്കടലിലെത്തിയ സമയത്ത് കപ്പൽ കേടുന്നു എന്നാണ്. രാത്രിയാണ് സംഭവം. അപ്പൊ എന്താന്ന് വെച്ചാല് കപ്പല് സ്റ്റക്കായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കുറച്ച് ആൾക്കാർ, ഇവിടുത്തെ കുറച്ച് ഉറപ്പികളുണ്ട്, ഇവര് കപ്പിത്താൻ നമ്മളെ ക്യാപ്റ്റന്റെ അരികിൽ ചെന്നിട്ട് ചോദിച്ചു, എന്താ സംഭവം? എഞ്ചിൻ ഫെയിലറാണ്, ഒന്ന് കംപ്ലൈന്റ് ആയി, മറ്റൊപ്പം കേടുന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവര് റൂമിൽ വന്നു. അവിടെ കപ്പലിന്റെ അവരെ ഉള്ള സ്ഥലത്ത് അങ്ങോട്ട് തിരിച്ചു വന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, CM-നെ വിളിച്ചിട്ട് അൽഫാത്തി ഓതി അങ്ങോട്ട് പാർസലാക്കിയിട്ട് CM-നെ വിളിച്ച് സഹായം ചോദിച്ചു. അത് നമുക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത്. അങ്ങനെ ഇത് രാത്രിയാണ്. നേരം വെളുത്തപ്പോ കപ്പൽ ഇതാ പോകുന്നത്. അതിന് പേര് പിന്നെയും ചെന്നു ഈ
ക്യാപ്റ്റൻ്റെ കയ്യിലേക്ക്. എന്തേ സംഭവം? അത് നിങ്ങൾ ഇന്നലെ എൻ്റെ അടുത്ത് നിന്ന് പോയില്ലേ? പോയ ശേഷം ഒരാൾ ഇവിടെ ഹെലികോപ്റ്ററിൽ വന്നു. ഹെലികോപ്റ്റർ വന്നിട്ട് മൂപ്പരെ കയ്യിൽ ചെറിയ വടി ഉണ്ടായിരുന്നു. മൂപ്പർ ഒരു എഞ്ചിന് അടി, മറ്റേ എഞ്ചിന് 2 എഞ്ചിന് അടി ചെയ്യാൻ. എന്നിട്ട് മൂല്യാരെ വായത് അത് CM ആയിരുന്നു. നടുക്കടലിൽ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് വിളിക്കണം. അന്ന് മൊബൈൽ ഫോണും ഇല്ല, ഉണ്ടെങ്കിൽ അവിടെ റേഞ്ച് ഉണ്ടാകാം കടലിലൂടെ ടവറ്. ഇനി വേറെ എന്താണല്ലേ, വേറെ എന്ത് സംവിധാനത്തിലെ കൂടെ CM-നെ ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ല. എന്നിട്ട് ഹെലികോപ്റ്റർ കിട്ടും. അന്ന് ഹെലികോപ്റ്റർ ഇന്ന് തന്നെ കിട്ടുള്ള പാടത്ര, ഇന്ന് തന്നെ നമ്മളെ ഈ ഓരോ ദുരന്തങ്ങൾക്കുള്ള പാടം ഹെലികോപ്റ്റർ എത്ര അതിന്റെ പ്രൊസീജിയർ പാലിച്ചു പോകണ്ടേ? ഇത് ഏത് ഹെലികോപ്റ്റർ? നേവിയാണ് മറ്റോ ഒന്നും ചോദിച്ച കള്ളക്കഥ തീരേണ്ടാൻ പാടില്ലല്ലോ. എന്നിട്ട് ഈ ജാതി കഥീത് ഈമാൻ കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ പേരോടും അതുപോലെ അലവി സക്കാവി ഇങ്ങനെ ആൾക്കാർ ഇപ്പൊ ഇറങ്ങിയാണ്ട് പറയാൻ തുടങ്ങി, ഈ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റത് പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ തിരിച്ചു ചോദിക്കണം, കുറെ മാലപ്പാട്ടിലെ സാധനം ഉണ്ടല്ലോ. ഏത് ഇഫായി ഷെയ്ഖിന്റെ പേരിലുള്ള ഇഫായി ഷെയ്ഖ് 2 പല കഥയുണ്ട്. ആ കൂട്ടത്തിലൊന്ന് കായപ്പന്റെ അരികില് ഇഫായി ഷെയ്ഖ് മറ്റേ ഈ പഴയ കാലത്ത് കണ്ണാണത്തെ ആൾക്കാർ തുടിയാണ് ടീച്ചറും കുട്ടിയുടെ സാധനമില്ല. ഈ സാധനമായിട്ട് അവിടെ തവാഫ് ചെയ്യാൻ ചെയ്യും. മക്കാർ പരിപാടി ഇവിടെ പറ്റില്ല. അതിന് മൂപ്പർ എന്ത് ചെയ്ത് ആ തുടി എടുത്തിട്ട് കായപ്പന്റെ ചുമരുമ പുറത്തിട്ട് കായപ്പം തോവാഫ് എന്ന് അപ്പോൾ സ്വന്തം കായപ്പനോട് ഇങ്ങോട്ട് ഞാൻ പടക്ക കായപ്പ ഇങ്ങോട്ട് തോവാഫ് ചെയ്യാം. അങ്ങനെ കായബം ഇളങ്കി തുളങ്കുന്ന നേരത്ത് ഒളിവർ റിഫായി എന്ന് അല്ല വിളിച്ച ഓവർ, കുറച്ച് ഓവർ തന്നെയാണ്. അല്ലാണ്ട് കുടുങ്ങിയിട്ട് പറഞ്ഞു എന്ന് റിഫായി അല്ലേ. അപ്പോൾ എന്തേ സംഭവം? ഇത് ബുദ്ധിക്ക് നല്ല ഉൾക്കൊള്ളും. കാരണം മൊയ്തീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖ് അവിടെ നിൽക്കുക, കായപ്പം ഇങ്ങനെ തവാഫ് ചെയ്യുക. ഇത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ആ ജാതി എത്ര ഉണ്ടാ മാലിയിൽ, മൊയ്തീൻ മാലിയിൽ എത്ര ഉണ്ട്? അതുകൊണ്ട് തന്നെ ഒരു മുഴ മുമ്പേ അലവി സക്കാഫി പറഞ്ഞ് ഈ സബീലുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് വിശ്വസിക്കരുത് ജനങ്ങളെ. അതാണ് വല്ലപ്പോഴ അതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് ഈ രൂപത്തില് വലിയ മാറ്റം ഒക്കെ ഉണ്ട്. ചെറിയ കുറച്ചൊരിങ്ങനെ ഒരു ഉന്തി കൊടുത്താലേ കല്ലെന്ന് പറയാൻ പറ്റില്ല, അതിന് വേറെ അർത്ഥാണ് കല്ല്. ചെറിയ ഒരു പുഷിങ് ഉണ്ടായാല് എന്ത് ചെയ്യും? ഇത് വേഗം ശരിയായിട്ടോ. ഒന്ന് ഘടിപ്പിച്ചു കൊടുത്താൽ മതി. പോയി മറ്റേ CM മടവുവിന്റെ പേരുണ്ടാക്കി വേറൊരു കഥ. മൂപ്പരൊരു ഹോട്ടലിൽ കയറിയിട്ട് അവിടുന്ന് എന്ത് ചെയ്യണം? ചായ അടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി പോരാ. മൂപ്പര് പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ ആ ഹോട്ടലിൽ പറഞ്ഞ് പൈസ ഇല്ല, വിശക്കുണ്ട് തരാം. ഏത് മനുഷ്യപ്പെട്ടുള്ള നിന്നാ കൊടുക്കും, ജാതി മതവും വ്യത്യാസമല്ലേ, കൊടുക്കും. ഇയാളിതൊന്നും കൊണ്ടില്ല, പൈസ ചെപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതിൽ ഇയാള് ഡ്രസ്സൊക്കെ കഴിച്ച് ആകെ ട്രൗസർമ മാത്രം നിർത്തി എന്നാണ് മൂല്യാര കഥ. മൂല്യാര് പറഞ്ഞത്. അങ്ങനെ ഇയാള് അപ്പുറത്ത് കുറച്ച് കല്ലിങ്ങനെ അട്ടിക്കിട്ടുണ്ട്, അതിന്റെ മേലെ പോയിട്ട് ഇങ്ങനെ കയറുന്നു. കുറച്ച് കഴിഞ്ഞൊരു ലോറി വന്നു അവിടെ. ആ ലോറി ഡ്രൈവർ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ചായ കുടിച്ചോ ഭക്ഷണം കഴിച്ചോ പോണ സമയത്ത് ഇയാളെ കണ്ടപ്പോൾ എന്തേന്ന് വെച്ച് അപ്പൊ ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ഇയാളെ ലോറി കയറ്റി കൊണ്ടുപോകാൻ. ആ നേരത്തെ ഈ ഹോട്ടൽ ഇയാൾ കത്തിച്ചു. ഏത് തീപ്പെട്ടിക്കുള്ളിൽ എത്തിയ കത്തിക്കല്ല, മറ്റേ കത്തിക്കല്ലേ, കുട്ടികളെ കാർട്ടൂണൊക്കെ നടത്തി ആ കത്തിക്കലെത്തി. എന്നിട്ട് ഇതാര് പറയുന്നത്? മൂല്യാര് പറയാം. എന്നിട്ട് പേരോട് പറയണം, ഇങ്ങനെ പറയാൻ പാടുണ്ടോ? എന്താ കാരണം? ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചായ അടിച്ചിട്ട് പൈസ കൊടുക്കാതെ എന്ത് വലിയാണ്. ആരെ പറ്റിയെ പറഞ്ഞു? CM-നെ പറ്റി. ഈ പേരോടിനടക്കം ഇത് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം. മനസ്സിലായില്ലേ? അപ്പോ ആ രംഗത്ത് നമ്മൾ ശക്തമായിട്ട് ഇറങ്ങിയാൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവും. കേരള ജംഇയ്യത്തുൽ ഉലമ 1924 രൂപീകരിക്കപ്പെട്ടത്. 2024 100 വർഷം കഴിഞ്ഞു. ഈ ഒരു കൊല്ലം നമ്മൾ വിവിധ പരിപാടികൾ, പണ്ഡിത സമ്മേളനങ്ങൾ, അതുപോലെ ഫിഖ് സമ്മേളനം, അങ്ങനെ തുടങ്ങി കുറേ പല തരത്തിൽ പരിപാടികൾ നടന്നു. അതിന്റെ സമാപനമാണ് ഇൻഷാ അല്ലാഹ് ഈ ഞായറാഴ്ച കോഴിക്കോട് അസറിന് ശേഷം നടക്കാൻ പോകുന്നത് കടപ്പുറത്ത്. അപ്പൊ 2 കാര്യം പറയാനുള്ളത്: ഒന്ന്, പരമാവധി ആൾക്കാരെ നമ്മൾ എത്തിക്കുക. 2, അത് എല്ലാ അർത്ഥത്തിലും ഭംഗിയാവാൻ അള്ളാഹുവോട് ദുആ ചെയ്യുക ആത്മാർത്ഥമായിട്ട്. ഇങ്ങനെ എന്റെ മഴക്കാരൊക്കെ ഇങ്ങനെ വെല്ലുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ആത്മാർത്ഥമായിട്ട് എല്ലാ അർത്ഥത്തിലും ഭംഗിയാവാൻ വേണ്ടി നമ്മളെ തഹജ്ജുദിന് ശേഷവും ഇങ്ങനെ പറ്റിയ എല്ലാ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കുക കൂടെ ചെയ്യണം എന്ന് പ്രത്യേകം ഓർക്കുകയാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മുടെ കുടുംബത്തിലോ ബന്ധത്തിലോ ഒക്കെ ഉള്ള ഇനിയും ഈ തൗഹീദിന്റെ സന്ദേശം കിട്ടാത്ത ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എത്തിച്ചു കൊടുക്കുക, ഒപ്പം പ്രാർത്ഥിപ്പിച്ചു. നമ്മുടെ കുടുംബത്തിന്റെ ഒപ്പം ശിർക്കിൽ നടക്കുകയാണ്, ഖുറാഫാത്ത് നടക്കുകയാണ്. ഞാൻ മനുഷ്യന് ഹിദായത്ത് കൊടുക്കണേ. ഞാനൊരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം.
മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഉമ്മ മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ ആദ്യം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. അപ്പൊ എന്തെന്ന് വെച്ചാൽ അദ്ദേഹം പലവട്ടം വിളിക്കും, ഉമ്മാനെ പലവട്ടം വിളിച്ചു ഇസ്ലാമിലേക്ക്. ഉമ്മ സ്വീകരിക്കില്ല, പിന്നെ വിളിക്കും, സ്വീകരിക്കില്ല. അവസാനം ഒരു ദിവസം വിളിച്ചപ്പോ ആ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറേ ചീത്ത പറഞ്ഞു. എന്തിനാണ് ഉമ്മ റസൂലുള്ളാഹിയെ ചീത്ത പറഞ്ഞേ? മോനല്ല ചീത്ത പറഞ്ഞേ. ആരെ പറഞ്ഞേ? റസൂലുള്ളാഹി. കാരണം ഉമ്മാന്റെ വാശി മോൻ ബേക്കാൻ കാരണം ഉള്ളത് ഉമ്മാന്റെ വാശി. അതുകൊണ്ട് റസൂലുള്ളാഹിയോട് ചീത്ത പറഞ്ഞു. ഇതാണ് കേട്ടപ്പോ ആ ഉമ്മയേക്കാൾ താൻ സ്നേഹിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറഞ്ഞു കേട്ടപ്പോ സഹിച്ചില്ല. അദ്ദേഹം ഓടി കരഞ്ഞോട് സങ്കടത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഓടിച്ചെന്നു അദ്ദേഹം. എന്നിട്ട് പറഞ്ഞു, റസൂലേ, നിങ്ങള് എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദ്വാരക്കണം. എന്റെ ഉമ്മ ഇപ്പോഴും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഞാൻ കുറെ പറഞ്ഞു, വിളിച്ചു, ക്ഷണിച്ചു, ഇന്നും വിളിച്ചു. പക്ഷെ ഇന്ന് എന്റെ ഉമ്മ അങ്ങയെ കുറെ ചീത്ത പറഞ്ഞു നബി. അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദ്വാരക്കണം. ജീവിച്ചിരിക്കുന്ന വിശ്വാസം കൂടെ പറഞ്ഞിട്ടോ, വഫാത്തായി പോയ വിശ്വാസം പറഞ്ഞ ശരിക്കാണേ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി ദുആ ചെയ്തു, അല്ലാഹു വഹദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഉമ്മക്ക് നീ ഹിദായത്ത് കൊടുക്കണേ ദുആ ചെയ്തു. ഇതാണ് കേട്ടപ്പോ തന്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹി ദുആ ചെയ്തല്ലോ എന്നുള്ള സന്തോഷത്താൽ എന്ത് ചെയ്തല്ലോ, അദ്ദേഹം വീട്ടിലേക്ക് ഓടി, സന്തോഷത്തോടെ ഓടിച്ചില്ലേ. വീട്ടിലേക്ക് ഇങ്ങനെ ചെന്നപ്പോ കണ്ട കാഴ്ച, വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുക. അപ്പൊ തന്റെ ഓട്ടത്തിന്റെ ശബ്ദം ഉള്ളത് കേട്ടിട്ട് ഉമ്മ പറഞ്ഞു, മക്കാനക്കയ്യ അബൂ ഹുറൈറ, അബൂ ഹുറൈറ അവിടെ നിൽക്കുന്നു. അപ്പൊ അദ്ദേഹം പുറത്തിങ്ങനെ കാത്തുന്നു. അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ പുറത്തു നിന്നപ്പോ വെള്ളം നിലത്ത് വീഴുന്ന ശബ്ദം, സമിഅതു ഖൽഖലതൽ മാ, വെള്ളം നിലത്ത് വീഴുന്ന ഖൽഖല, കളകളാ ശബ്ദമല്ലേ, അസല് ഖൽഖലാണ്. ആ ശബ്ദം ഞാനിങ്ങനെ കേട്ടു. ഉമ്മ കുളിക്കുകയാണ്. കുളി കഴിഞ്ഞ് പുറത്തു വന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അദ്ദേഹം പറയാണ്, ഇതാണ്ട് കേട്ടപ്പോ ഞാൻ തിരിച്ചോടി. അദ്ദേഹം പറയാണ്, വഅന അബ്കി മിനൽ ഫറഹ്, സന്തോഷത്താൽ ഞാൻ കരഞ്ഞുകൊണ്ട് വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, റസൂലേ, സന്തോഷിച്ചോളൂ, എന്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടി, നിങ്ങളെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത്. നമ്മൾ കഠിനാധ്വാനം നടത്തുക, ഒപ്പം പ്രാർത്ഥിക്കുക. നമ്മൾ ജീവിച്ച അടയാളങ്ങൾ അങ്ങനെ ഉണ്ടാക്കണം. നമ്മൾ ജീവിച്ചുള്ള മാർക്ക് അങ്ങനെ ഉണ്ടാക്കണം, അടയാളപ്പെടുത്തണം. അങ്ങനെ ആരൊക്കെയോ അടയാളപ്പെടുത്തി, അതിന്റെ അടയാളങ്ങൾ തെളിവാണ് നമ്മൾ വരുന്നത്. ഇനി നമ്മൾ അടയാളപ്പെടുത്തണം. ഒരിക്കലും എണ്ണം കൂട്ടി പ്രസ്ഥാനം വലുതാക്കലല്ലോ നമ്മുടെ ലക്ഷ്യം. ഈ സന്ദേശം എത്തിച്ചു കൊടുക്കലാണ്. അതാണ് കേരള ജമിയത്തുലമായ നമ്മുടെ പണ്ഡിത സഭ. അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആ പണ്ഡിതോചിതമായ നേതൃത്വം ജമിയത്തുലമ നടത്തുമ്പോൾ കേരളത്തിൽ മുജാഹിദ് എന്ന മാതൃസംഘടന, അതിന്റെ പോഷകഘടകങ്ങൾ ISM, MSM, MGM, മറ്റു സ്റ്റുഡൻസ് നല്ല സംവിധാനങ്ങൾ, ബാലവേദി ഉൾപ്പെടെ. അപ്പൊ ആ നിലക്ക് നമ്മള് ആ രീതിയിൽ അതിശക്തമായി മുന്നോട്ട് പോവുക. ദുനിയാവിന്റെ ലക്ഷ്യമില്ലാതെ അള്ളാഹുവിന് വജു ഉദ്ദേശിച്ചുകൊണ്ട് പോയാൽ അള്ളാഹിന്റെ സഹായം ഉണ്ടാവും, ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ. അല്ലെങ്കിൽ സാധുക്കളെ നമ്മളെക്കാൾ എത്രയോ സൗകര്യങ്ങളുള്ള ആൾക്കാരെ അപ്പുറത്തില്ലേ. എന്നിട്ട് എന്തേ സമസ്തന്റെയും ആസ്തി മറ്റൊക്കെ കുറെ ഇല്ലേ, നമുക്ക് അത്രയൊന്നും ഇല്ലല്ലോ. എന്നിട്ട് എന്തേ? ഇത് അള്ളാഹുവിന്റെ ദീന നമ്മൾ പറഞ്ഞത്, തൗഹീദ് നമ്മൾ പറഞ്ഞത്, സുന്നത്ത് നമ്മൾ പറഞ്ഞത്, അതിലേക്ക് നമ്മൾ ക്ഷണിക്കുക. മറ്റു ദീനിയായ മറ്റു കാര്യങ്ങളിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്. അത് ആത്മാർത്ഥമായി നാം നടത്തുകയും അള്ളാഹു ദുആ ചെയ്യുകയും ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഓർക്കേണ്ടത്, ഏത് സമയവും അള്ളാഹു തിരിച്ചു വിളിക്കാം. എപ്പോ തിരിച്ചു വിളിച്ചാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന ആ ഒരു ബോധത്തോടെ, ഒരു മനസ്സംതൃപ്തിയോടെ പോകാൻ സാധിക്കണം. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കാൻ നേരത്ത് തന്റെ മക്കളെയൊക്കെ വിളിച്ചു കൂട്ടുന്ന രംഗമുണ്ട്. സൂറത്തുൽ ബഖറയിലെ 133-ാമത്തെ ആയത്തിൽ കാണാം. അല്ലാഹു ചോദ്യ രൂപത്തിൽ പറയാണ്, അം കുൻതും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത്, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണാസന്നമായപ്പോ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? നമ്മളില്ലല്ലോ, റസൂലുള്ളാഹി അല്ലല്ലോ, സ്വഹാബത്തില്ല, അതിനൊക്കെ മുമ്പ് നടന്നതല്ലേ. അന്ന് നിങ്ങൾ ആരുമില്ല. ഇന്ന് അവിടെ നടന്ന സംഭവം കേട്ടോളി എന്ന് പറയാൻ നമ്മളൊന്ന് ഉണർത്താൻ വേണ്ടിയാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഇത് ഖാല ലിബനി,
അദ്ദേഹം തന്റെ മക്കളെല്ലാവരും ഒരുമിച്ച് കൂടി ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി, മക്കളെ എനിക്ക് ശേഷം നിങ്ങൾ എന്തിനാരാധിക്കും, ആരാരാധിക്കും എനിക്ക് ശേഷം? മക്കളെ മറുപടി എന്താണ്? ഖാലു നഅബുദു ഇലാഹക വഇലാഹ ആബാഇക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. ഉപ്പ, ഞങ്ങൾ നിങ്ങളെ ആരാധിച്ച നിങ്ങളെ പൂർവീകരായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിമുസ്സലാം. ആ ബന്ധം എങ്ങനെയാണെന്നറിയോ? ഇബ്രാഹിം നബിയുടെ 2 മക്കളാണ്, ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും. ആയിട്ട് ഇസ്ഹാഖ് നബിന്റെ മോനാണ് യാക്കൂബ്. ഇതാണ് ബന്ധം, പൂർവീകര്. അവരാരാധിച്ച ഏകനായ ഇലാഹൻ വാഹിദ, ആ ഏകനായ ഇലാഹിനെ എനിക്ക് ഉപ്പ ഞങ്ങൾ ആരാധിക്കുക. വനഹ്നു ലഹു മുസ്ലിമൂൻ, ആ അള്ളാഹ്ക്ക് ഞങ്ങളെ സമർപ്പിച്ചവരായിരിക്കും ഉപ്പ. ആ ഉപ്പാക്ക് എന്തൊരു ആശ്വാസം ഉണ്ടാവും എന്ന് കേൾക്കുമ്പോ, ആ ഉപ്പാക്ക് എന്ത് സന്തോഷം ഉണ്ടാവും. ഈ സന്തോഷം നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യത്തിലും കുടുംബത്തിന്റെ കാര്യത്തിലും ആ ശ്രദ്ധ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ കെയർ ഓഫ് കൊണ്ട് നമ്മുടെ കുട്ടിയാക്കോ ഭാര്യ ഭർത്താക്കന്മാർക്കോ കുടുംബത്തിനൊന്നും സ്വർഗത്ത് പോകാൻ കഴിയില്ല. ഓരോരുത്തർക്കും വലിയ യോഗ്യത ഉണ്ടാവും, അത് നമ്മൾ ഉണ്ടാക്കുക. പിന്നെ പരമാവധി തെറ്റൊന്ന് മാറി നിൽക്കുക, നന്മയിൽ മുന്നിടുക. മനുഷ്യന്മാരാണ്, തെറ്റൊക്കെ ചിലപ്പോൾ വരാം. ആ വരുന്നൊന്നും ബാക്കിയില്ല. ഓരോ ദിവസവും കിടക്കുമ്പോൾ 2 മിനിറ്റ് നമ്മൾ ചെലവാക്കും. പഠിച്ചോനെ ഇന്നിപ്പോ എന്തെങ്കിലും 2 നിലക്കുള്ള തെറ്റ് ഒന്നോന്ന് ആലോചിക്കുക. ഒന്ന് ഏതാണ്? അള്ളാഹുവിനോട് നേരിട്ടുള്ളത്. അങ്ങനത്തെ വല്ല തെറ്റുണ്ടോ? അത് നമ്മൾ വേറെ തൗബ ചെയ്യാം. വേറെ മനുഷ്യന്മാരെന്തെങ്കിലും ചീത്ത അറിഞ്ഞത്, ആരെയും സമ്പത്ത് അന്യായമായി എടുത്ത്, അങ്ങനെ വല്ല കേസുണ്ടോ? ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ തൗബ ചെയ്തൊരു കാര്യമില്ല ആ ഹക്ക് കൂട്ടാതെ. ഒരാളെ മനസ്സ് വെറുതെ വേദനിപ്പിച്ചു, ദൈവത്തെ നടത്തിയപ്പോൾ ഒരു വേദന, അതല്ല പറഞ്ഞത്. അല്ലാത്ത നിലക്കുള്ള വ്യക്തിപരമായിട്ടല്ലോ അങ്ങനെ വേദനിപ്പിച്ചു. ഒരു കാര്യമില്ലാതെ ഒരുത്തരം ചീത്ത അറിഞ്ഞു, ഒരുത്തൻ 4 ആളടിയിട്ടിട്ട് വഷളാക്കി, ഇൻസൾട്ട് ചെയ്തു. അവന്റെ മനസ്സിൽ നീച്ചലായിട്ടുണ്ട്. എത്ര കഴിയാനും പോകില്ല, അവന്റെ ചിരിയോടൊന്നും പോകില്ല. തുറന്നു പറയാം, ഞാൻ അപ്പത്തെ ഒരു സമയത്ത് പറഞ്ഞു ഏതാണ്, ഈ മാപ്പ് മനസ്സ് വെക്കരുത് എന്ന് പറയാം, ക്ലിയർ ചെയ്യാം. എന്നിട്ട് അല്ലാണ്ട് പറയാം, അപ്പൊ പുറത്തിടും. അങ്ങനെ ഈ 2 ആലോചനയോടായിരിക്കണം നാം കിടക്കേണ്ടത്. അങ്ങനെ എല്ലാ ദിവസവും ചെയ്യുക. ഏതെങ്കിലും ഒരു ദിവസം മരിച്ചു പോകും. എപ്പോഴും ക്ലിയർ ആയ അവസ്ഥയിൽ മരിച്ചു പോയിക്കൂടെയാണ്. എപ്പോൾ മരിച്ചാലും ക്ലിയർ ആയിട്ട് വരാത്ത ബോധമുള്ള ഇല്ല വാനത്ത് മുസ്ലിം എന്ന് പറഞ്ഞാൽ അതാണല്ലോ ആ ഒരു ക്ലിയർ ആയ അവസ്ഥ, അള്ളാഹ്ക്ക് സമർപ്പിച്ച അവസ്ഥ. ആ രൂപത്തിലായിരിക്കണം നമ്മൾ പോകേണ്ടത്. എന്നാൽ നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും അതിന് റെഡിയാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. നമ്മുടെ പണ്ഡിതന്മാരുണ്ട്. നമ്മളെ സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊക്കെ പ്രവർത്തകരാണ്. നമ്മുടെ പണ്ഡിതന്മാർക്ക് വേണ്ടി, നമ്മുടെ ദാഴികൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ ദുആ ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ ടിപിയൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ പണ്ഡിതന്മാരുടെ പോലെ ഒക്കെ ശാരീരികമായി കുറേ ക്ഷീണവും പ്രയാസമൊക്കെ ഉള്ളവരാണ്. അങ്ങനെയുള്ള പലരും അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് നമ്മളൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമ്മുടെ പണ്ഡിതന്മാർക്കും നമ്മുടെ ദാഴികൾക്കും പ്രബോധകർക്കും ഒക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ പ്രവർത്തകർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ ദുആകൾ ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർക്കണം. അതുപോലെ നമ്മുടെ പരിപാടികൾ നടക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും വിജയിക്കാൻ. ഇപ്പോൾ ഞായറാഴ്ച പരിപാടിക്ക് അങ്ങനെയുള്ള പരിപാടികൾ നടക്കുമ്പോൾ നന്നായി വിജയിക്കാൻ അല്ലാഹു ദുആ ചെയ്യാം. അതുപോലെ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ നമ്മുടെ സംഘാടകരാണ് ഓടിപ്പാഞ്ഞ് അങ്ങോട്ട് അതിന്റെ പെർമിഷൻ, അതിന്റെ കസാര അങ്ങോട്ട് അത് ഇതൊക്കെ ഒന്നും പായും. പക്ഷെ അത് കൂടുതൽ ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടില്ല. അള്ളാഹു 2 കാര്യം നല്ല നിലയ്ക്ക് വിജയിപ്പിക്കണേ, ഞങ്ങളത് കബൂൽ ചെയ്യണം. ഈ 2 സംഗതി അപ്പം അൽഹംദുലില്ലാഹ് അവിടെ ഇരുന്നു ഒരു 1.5 മണിക്കൂറിന് മേലെ, 1.5 മണിക്കൂറോളം സംസാരിക്കും. ഇതിൽ ഏതെങ്കിലും ഭാഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എത്താൻ കാരണക്കാരെ ആൾക്കാരൊക്കെ പറയാം. ഞാൻ ഇപ്പൊ ഇവിടെ എത്തേണ്ടതല്ലായിരുന്നു. ഇന്നലെ രാത്രി പിന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ കായ്ക്കൊടി ചെറിയ പ്രയാസം എത്താൻ പ്രയാസമായിരിക്കും. കാരണം നമ്മൾ ഈ സമ്മേളനത്തിൽ ഇറങ്ങിയിട്ട് സൗകര്യത്തിൽ വർക്കുണ്ട്, നമ്മളൊന്ന് പോയി കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഫോട്ടോ ഇല്ല, പരിപാടി മാറ്റിയത്. ഇങ്ങനെയൊക്കെ അങ്ങനെ ഒന്നും എനിക്കറിയില്ല, മാറ്റിയത്. രാവിലെ വിളിച്ചാൽ പിന്നെയും ഇവിടുന്ന് വിളിച്ചു, അങ്ങനെ വരാം, നമുക്ക് മാറ്റിയിട്ട് വരുന്നില്ല. അങ്ങനെയാണ് യാദൃശ്യം. എന്തായാലും അള്ളാഹുവിന്റെ ജീവിതമാണ്. അപ്പൊ ഏതെങ്കിലും വാക്ക് ആർക്കെങ്കിലും നമുക്ക് ഉപകാരപ്പെട്ടാൽ അതിന്റെ പ്രതിഫലം ഉണ്ട്. ഇത് സംഘടിപ്പിച്ചു കൊടുക്കുന്നത് ഇനി നമ്മളെ വേറെ പാസ് ചെയ്താൽ അതിന്റെ പ്രതിഫലം നമുക്ക് ഇതൊരു അങ്ങനത്തെ ഒരു വല്ലാത്ത ശരീരമാണ്.
ആ നിലയ്ക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ നിലക്കൊക്കെ ഉണ്ടാകും. അള്ളാഹു അതൊക്കെയാണ് നമ്മൾ കഴിച്ചാൽ നമുക്ക് ശേഷിപ്പുണ്ടാകുക. അതൊക്കെ വിട്ട് നമ്മൾ പോകില്ലേ. അതുകൊണ്ട് ആ നിലയ്ക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഞായറാഴ്ചയിലെ സമ്മേളനം എല്ലാ അർത്ഥത്തിലും അല്ലാഹു അത് വിജയിപ്പിച്ച് പൂർണ്ണമായി നല്ല രൂപത്തിൽ നടത്താൻ എല്ലാ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾ കൊണ്ട് വിഷമിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കൾ, നമ്മുടെ പ്രബോധകർ, നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ കൂട്ടത്തിലുള്ളവർ, നമ്മുടെ ബന്ധത്തിലെ കുടുംബത്തിലെ എല്ലാവർക്കും ആഫിയത്തും ശിഫയും സലാമും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിലൊക്കെ അവൻ ഖൈറും ബറക്കത്തും ചെയ്ത് നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ നല്ല രൂപത്തിൽ പൂർത്തീകരിക്കുന്ന തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശത്രുക്കളുടെയും വിമർശകരുടെയും വിമർശനത്തിൽ നിന്ന് എതിർപ്പിൽ അള്ളാഹു നമ്മെയും നമ്മുടെ പ്രസ്ഥാനത്തെയും നമ്മുടെ ആദർശത്തെയും നമ്മയും എല്ലാം രക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم.